ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് LFGA സെക്രട്ടറി പേപ്പർ 2 പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് അതുൽ. അക്കാഡമീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ LD ക്ലർക്ക് അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കോഴ്സൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പരിചയം ഉണ്ടാവും. സോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് LHGA പേപ്പർ 2 വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കൂടുതൽ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് പഠിക്കുന്ന കാര്യങ്ങളാണല്ലേ. ഒരു പേപ്പർ 2 ബന്ധപ്പെട്ട LHGA പേപ്പർ 2 ബന്ധപ്പെട്ട് ഒരുപാട് ടോപ്പിക് വരുന്നുണ്ടല്ലേ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പലതും കാണുമ്പോൾ തന്നെ എന്താണ് നമുക്ക് നിർത്തിയിട്ട് പോകാൻ വേണ്ടി തോന്നും. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണ്, നിങ്ങൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് പൊസിഷനിലേക്കാണ് തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അറിയേണ്ടതായിട്ട് വരും. ഇത്തരം കാര്യങ്ങൾ ഈ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പഞ്ചായത്ത് സെക്രട്ടറി മാത്രം അറിയേണ്ട കാര്യമാണെന്ന് വെച്ചാൽ ഒരിക്കലുമല്ല. ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന രീതിയിൽ നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ സ്ഥിരം പറയുന്ന കാര്യം തന്നെയാണ്. ആദ്യം നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പഠിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ പേപ്പർ 2 ബന്ധപ്പെട്ട് യൂട്യൂബിൽ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പഠിക്കാൻ ഒരുപാടുണ്ട്, ഇനി പഠിച്ചാൽ കിട്ടത്തില്ല എന്ന രീതിയിലൊക്കെ നിങ്ങൾ കേട്ടിരുന്നു. സോ അങ്ങനെ മുൻവിധിയോടുകൂടി ആരും ഈ ഒരു ക്ലാസ്സിലിരിക്കണം. ആ രീതിയിൽ യാതൊരു മുൻവിധിയും വേണ്ട. നമ്മൾ എന്ത് കാര്യമായാലും മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളൂ. അല്ലാതെ ലോകത്ത് എവിടെ അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആർക്കും പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റാത്ത ടോപ്പിക് ഒന്നും നമുക്ക് തന്നിട്ടില്ല. നമ്മുടെ നിത്യ ജീവിതത്തിൽ അറിഞ്ഞിരിക്കാൻ ഒരു കൂട്ടം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി തന്നു. അത് നമ്മൾ പരീക്ഷയ്ക്ക് മുൻപ് പഠിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. സോ ആദ്യം പറഞ്ഞ കാര്യം മുൻവിധിയോടുകൂടി എനിക്കിത് പഠിക്കാൻ വേണ്ടി പറ്റില്ലെന്ന് മുൻവിധിയോടുകൂടി ആരും ഇരിക്കരുത്. രണ്ടാമത്തെ കാര്യം സ്ഥിരമായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് മാത്രം ഇരിക്കുക. ഒരു പെന്നും നിങ്ങളുടെ മുന്നിൽ വേണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. കാര്യങ്ങൾ പറയുന്നതിന് മുൻപ്, സ്ലൈഡിലേക്ക് പോകുന്നതിന് മുൻപ് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. എന്താണ് അതിന്റെ ബേസ് ആയുള്ള കാര്യം എന്ന് ഞാൻ പറഞ്ഞു തരും. അത് നിങ്ങൾ ഞാൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്കാവുന്ന രീതിയിൽ എന്റെ സ്ലൈഡ് നോക്കിയിട്ട് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാനല്ല, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വായിക്കണം. ഓക്കെ. അതുപോലെ സ്ലൈഡൊക്കെ കാണുമ്പോൾ അത്യാവശ്യം കണ്ടന്റ് ഉണ്ടാവും. കണ്ടന്റ് ഒക്കെ നല്ല കാര്യങ്ങളും അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പരീക്ഷയിൽ കാണാൻ വേണ്ടി സാധിക്കും. മുൻപ് നമ്മൾ അങ്ങനെ ചെയ്ത സമയത്ത് പല കാര്യങ്ങളും പരീക്ഷയ്ക്ക് അതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ പഠിപ്പിച്ചു. അതൊക്കെ അതുപോലെ പരീക്ഷാ പേപ്പറിലും കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കണ്ടു അല്ലെ. സോ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ സ്ലൈഡ് വേണമെന്നേക്ക് ഞാൻ ഒരിക്കലും പറയില്ല സ്ലൈഡ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതുപോലെ നിങ്ങൾ എഴുതി വെക്കാൻ ഒരിക്കലും ഞാൻ പറയില്ല. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്, ഇതല്ല പേപ്പർ 2 ബന്ധപ്പെട്ട് ഏത് ടോപ്പിക് ഉണ്ടെങ്കിലും ആ ഒരു ടോപ്പിക് എടുക്കുന്ന ഫാക്കൽറ്റിയുമായിട്ട് നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കാം. നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. ഞാൻ ദീർഘിപ്പിച്ചിട്ട് നമ്മുടെ സമയം കളയുന്നില്ല. സോ ഒരു പേപ്പർ 2 ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ കൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് ആണ്. ഗ്രാസ് റൂട്ട് ലെവലുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് കാര്യങ്ങളാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ വേണ്ടി സാധിക്കും. 12 മാർക്കിന് നമുക്ക് ചോദ്യങ്ങൾ വരും അല്ലെ. 12 മാർക്കിന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞൊരു ട്രെയിന് പോകുന്നുണ്ട്. നമുക്ക് ഒരു ട്രെയിന് പോയാൽ ഈ ഒരു 12 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ ഫാക്ട് കാണാൻ വേണ്ടി സാധിക്കും. കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തുടങ്ങിയിട്ട് റൂറൽ ഡാറ്റാ ബേസിസ് ഡെവലപ്മെന്റ് പ്ലാനിങ് എന്ന് പറഞ്ഞ ടോപ്പിക് വരെ ഇങ്ങനെ ഒരു ട്രെയിന് പോലെ നീണ്ടു പോകുന്നുണ്ട്. പഠിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളോട് മറച്ചു വെക്കുന്നൊന്നുമില്ല. പഠിക്കാൻ കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കാൻ റെഡി ആയിട്ട് വരണം. ആ ഒരു മനസ്സും വേണം. എനിക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ, ആ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ എനിക്ക് വേണം. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ സാലറിയും എല്ലാ കാര്യങ്ങളും നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ ഒക്കെ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മടുപ്പും വരത്തില്ല, ഒരു പ്രശ്നവും വരത്തില്ല. സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞ സിലബസിൽ ആ ഒരു ഓർഡർ തന്നെയാണ് നമ്മൾ പോകുന്നത്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക് ആണ്. എന്താണ് കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ കേൾക്കുന്ന ടേമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഒന്നുകൂടി കൃത്യമായിട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സുസ്ഥിര വികസനം എന്ന് പറയാൻ വേണ്ടി സാധിക്കും അല്ലെ. സുസ്ഥിര
വികസനം എന്ന രീതിയിൽ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇതിൽ രണ്ടാമത്തെ ടേം നമുക്ക് ഫെമിലിയർ ആണ്. എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ടേം നമുക്ക് ഫെമിലിയർ ആണ്. എന്താണ് ഡെവലപ്മെന്റ് എന്നൊക്കെ എല്ലാവർക്കും ഏതാണ്ട് ഒരു ധാരണയുണ്ടാവും. നമുക്കിപ്പോ എന്താണ് 1950 ആ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ടെക്നോളജി കാര്യങ്ങളാണോ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ ഉള്ളത്? അല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് എന്ത് കാരണമാണോ? വികസനം കാരണമാണ്. അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? വികസനം എന്ന പേരിൽ നമ്മൾ വിളിക്കാറുണ്ട്. ഡെവലപ്മെന്റ് നമുക്കറിയാം. ഇത്തരത്തിൽ എന്താണ് വികസനം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇങ്ങനെ പാലങ്ങൾ വരുന്നു, റോഡുകൾ വരുന്നു, ഇന്റർനെറ്റ് എല്ലാവരുടെയും ലഭ്യമാവുന്നു, അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതിനാണ് ഡെവലപ്മെന്റ് എന്ന രീതിയിൽ നമ്മൾ പറയാം. കറക്റ്റ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഭൂമിയിൽ കഴിഞ്ഞ കാലം തൊട്ടിട്ട് നടക്കുന്ന മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഒന്നിലധികം കാര്യങ്ങൾ. ഓക്കെ, ഈ ഒരു ഡെവലപ്മെന്റ് നമ്മൾ ഒരുപാട് ഡെവലപ്മെന്റ് നടത്തി വരുന്നുണ്ട്. ആ ഒരു ഡെവലപ്മെന്റ് നടത്തുന്ന സമയത്ത് നമ്മൾ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ചില തിരിച്ചടികൾ നമുക്ക് കിട്ടുന്നില്ലേ? ഇപ്പോ നമ്മുടെ വളരെ റീസെന്റ് ആയുള്ള എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കർണാടകയിൽ ഷിരൂരിൽ മണ്ണിടിഞ്ഞു അല്ലെ? കർണാടകയിൽ ഷിരൂരിൽ മണ്ണിടിഞ്ഞു. അതുപോലെ തന്നെ വയനാട്ടിലെ ഉരുൾപൊട്ടല്, അത്തരം കാര്യങ്ങൾ നമ്മൾ കേരളത്തിൽ ആ രീതിയിൽ കേൾക്കുന്നു. എന്താണ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എന്താണ് കൃത്യമായിട്ട് ഡെയിലി സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നില്ല. മഞ്ഞുമല ഇടിയുന്നു അല്ലെങ്കിൽ ആഗോളതാപനം പോലുള്ള കാര്യങ്ങൾ അങ്ങനെ ലോകത്തെ ഡെയിലി ബേസിൽ നടക്കുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന മണ്ണിടിഞ്ഞത് അല്ലെങ്കിൽ ഉരുൾപൊട്ടിയത്, ഈ ഒരു സംഭവങ്ങൾ എന്താണ്? ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നത് ഭൂമിയിലാണ് അല്ലെങ്കിൽ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഭാസങ്ങളാണ്. നമുക്ക് വേണേ പറയാം ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആ സിമ്പിൾ ആയുള്ള പ്രതിഭാസമാണെന്ന് പറയാം. ആ ഒരു പ്രതിഭാസത്തിലേക്ക്, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആ ഒരു പ്രതിഭാസത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന മണ്ണിടിച്ചല്, മണ്ണൊലിപ്പ്, അല്ലെങ്കിൽ മഞ്ഞുമല ഉരുകല്, അതുപോലെ തന്നെ ചൂട് അധികമായിട്ട് കൂടുന്നു അല്ലെ? ചൂട് അധികമായിട്ട് കൂടുന്നു, വെള്ളപ്പൊക്കം വരുന്നു. സോ ഇതിനൊക്കെ കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മൾ ചിന്തിച്ച് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്താണ് വികസനത്തിന്റെ പേരും പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ ഭൂമിയെ, നമ്മുടെ പ്രകൃതിയെ എന്താണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? വികസനത്തിന്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഭൂമിയെ ദുരുപയോഗം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രതിഫലനമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നേരിടേണ്ടതായിട്ട് വരുന്നത്. സോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വികസനത്തിന് വേണ്ടിയിട്ട്, വികസനം നല്ല കാര്യമാണ്, വികസനം വേണം നമുക്ക്. വികസനം ഇല്ലാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റത്തൊന്നുമില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്ന് കരുതിയിട്ട് നമുക്ക് വികസനം ഒന്ന് നിർത്തിവെക്കാൻ വേണ്ടി പറ്റത്തില്ല. വികസനം ഏത് രീതിയിലുള്ളതായിരിക്കണം? ഭൂമിക്ക് ദോഷമായിട്ട് ബാധിക്കുന്ന രീതിയിൽ ആയിരിക്കരുത് ഈ ഒരു വികസനം എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം. ആ തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കുന്ന കൺസെപ്റ്റാണ് എന്താ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. മനസ്സിലായല്ലോ? അടുത്ത് പറഞ്ഞ എക്സാമ്പിൾ തന്നെ ശിരൂരിലെ മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അവർ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ എന്താണ് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായ കാര്യങ്ങൾ അവർ ചെയ്തിട്ടില്ല. ശാസ്ത്രീയമായ രീതിയിലായിരുന്നില്ല റോഡ് നിർമ്മാണം. അതുകൊണ്ടാണ് ആ ഒരു മണ്ണിടിഞ്ഞത് എന്ന രീതിയിൽ, ആ ഒരു മണ്ണിടിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ട് ആ ഒരു റോഡ് തന്നെ അവിടുന്ന് പോയൊരവസ്ഥയാണ് നമ്മൾ കണ്ടത്. സോ ഈ മണ്ണിടിച്ചിൽ എന്തുകൊണ്ടുണ്ടായെന്നാണ് പറയുന്നത്? നമ്മുടെ ഹൈവേ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ കാര്യങ്ങൾ അവർ പാലിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ വേണ്ട മുൻ കരുതലുകൾ എടുത്തിട്ടില്ല. ഡെവലപ്മെന്റ്, അവിടെ റോഡ് വികസനം ആവശ്യമാണ്, അത്യാവശ്യമാണ്. എന്താണ് അത്? നമുക്ക് സുസ്ഥിരമായിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള വികസനമായിട്ട് മാറണം. സുസ്ഥിരം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കിത് ദീർഘകാലം നിൽക്കണം. അത് എന്താവാൻ വേണ്ടി പാടില്ല? പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന രീതിയിലും ആവാൻ വേണ്ടി പാടില്ല. ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന രീതിയിൽ. ഇനി ഇതിന്റെ ചരിത്രവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് മെല്ലെ തെളിഞ്ഞു വരും. ഏതാണ്ട് ഒരു മങ്ങിയ വിഷൻ നിങ്ങൾക്കില്ല എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന രീതിയിൽ ഒരു മങ്ങിയ വിഷൻ ഇല്ലേ? ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. സ്ലൈഡ് കാണിക്കത്തിൽ സ്ലൈഡ് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്ത് മെല്ലെ പോകും. ആദ്യം ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയും. സപ്പോസ് ഈ ഒരു ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തുടക്കത്തിൽ പറയേണ്ട സ്ലൈഡ് കാണിച്ചു മാത്രം പറഞ്ഞാൽ മതി എന്നാണെങ്കിൽ അതും നിങ്ങൾക്ക് അഭിപ്രായമായിട്ട് പറയാം. നമ്മുടെ അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്തും. നമ്മൾ ഇത്രയും കൺസെപ്റ്റ് പറഞ്ഞു. ഇനി നമുക്ക് യഥാർത്ഥ കാര്യങ്ങളിലേക്ക് വന്നു. നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോവാം. സോ നമ്മുടെ എക്കണോമി അല്ലെങ്കിൽ എന്താണ് നമ്മൾ സമ്പദ് വ്യവസ്ഥ എന്ന് പറയല്ലേ? നമ്മുടെ എക്കണോമി അല്ലെങ്കിൽ നമ്മൾ എന്താണ് സമ്പദ് വ്യവസ്ഥ, നമ്മുടെ എക്കണോമി അഥവാ നമ്മൾ സമ്പദ് വ്യവസ്ഥ എന്ന രീതിയിൽ നമ്മൾ പറയും. എക്കണോമിയും അതുപോലെ എന്താണ് നമ്മുടെ പരിസ്ഥിതിയും വരുന്നുണ്ട് അല്ലെ? എൻവിറോൺമെന്റ്, അങ്ങനെ ഞാൻ എഴുതുന്ന പരിസ്ഥിതി. ഈ രണ്ട് കാര്യങ്ങൾ എന്താണ്? ഈ രണ്ട് കാര്യങ്ങൾ പരസ്പരം
ആശ്രയിച്ചിട്ട് പരസ്പരം സഹകരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകേണ്ട കാര്യങ്ങളാണ് അല്ലെ. അതായത് നമ്മുടെ ഈ ഒരു സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ എക്കണോമിയും അതുപോലെ തന്നെ പരിസ്ഥിതി അഥവാ എൻവയോൺമെന്റ് എന്താണ്, രണ്ടും പരസ്പരം ആശ്രയിച്ചിട്ടും പരസ്പരം ആവശ്യങ്ങൾ കൈമാറിയിട്ടും പരസ്പരം സഹകരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എന്താണ്, നമ്മുടെ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ രാജ്യം പുരോഗതി കൊണ്ടുവരണം, രാജ്യം പുരോഗതി കൈവരിക്കണം എന്ന ചിന്ത മാത്രം കൊണ്ട് എന്താണ് എക്കണോമിയെ എൻവയോൺമെന്റിനെ നമ്മൾ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി പാടില്ല. അതൊക്കെ എന്താണ് വികസനം, നമ്മുടെ രാജ്യം എങ്ങനെയാണ് ഡെവലപ്ഡ് അല്ലെങ്കിൽ ഗ്രോത്ത് കൈവരിക്കുക, നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു രാജ്യത്തെ GDP ആ രാജ്യത്തിന്റെ ഗ്രോത്തിന്റെ ഇൻഡിക്കേറ്റർ ആണെന്ന് എക്കണോമിക്സിൽ ഞാൻ പഠിപ്പിച്ച കാര്യമാണ്, എക്കണോമിക്സിനൊക്കെ അറിയുന്ന കാര്യമാണ്. ഒരു രാജ്യത്തിന്റെ GDP നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആ രാജ്യത്തിന്റെ ആ ഒരു എക്കണോമിക് ഗ്രോത്ത് കാര്യങ്ങൾ, ഡെവലപ്മെന്റ് കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എന്ന് പറയാം അല്ലെ. നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമാണ് GDP GNP പോലുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രാജ്യത്തിന് വികസനം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പറയാം എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. എന്താണ് ആക്ച്വലി ശരിയായുള്ള കാര്യമാണോ? ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തെ GDP മാത്രം നമ്മൾ നോക്കിയാൽ മതിയോ? രാജ്യത്തെ GDP മാത്രം നോക്കിയാൽ പോരാ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ആ രാജ്യം മനുഷ്യർക്ക് എത്രത്തോളം വില നൽകുന്നുണ്ട്, ആ രാജ്യം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പരിസ്ഥിതിയെ ദുരുപയോഗം ചെയ്തിട്ടാണോ രാജ്യത്തിന്റെ GDP വർദ്ധിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതായിട്ട് നമുക്ക് വരുന്നുണ്ട്. സോ അതൊക്കെ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ വികസനം എന്ന് പറയുന്നത് കേവലം മനുഷ്യന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാവരുത്. ഓക്കെ, വികസനം എന്ന് പറയുന്നത് എന്താണ്, കേവലം മനുഷ്യന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ആവാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ ഇന്നത്തേക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ കുറച്ചുകൂടെ ആ ഒരു മീനിങ്ങിലേക്ക് അടുത്തെത്തുകയാണ്. ഇന്നത്തേക്ക് മാത്രം വേണ്ടി ആവരുത്. എന്താണ്, നമ്മളെ ഭാവിയെ കൂടെ കാണണം, ഭാവിയെ കൂടെ കണക്കാക്കണം. ഇപ്പൊ നമ്മൾ 2024 നമ്മൾ എന്താണ് ആസ്വദിക്കുന്ന ഭൂമിയുണ്ട് അല്ലെ. 2024 എന്താണ്, 2024 നമ്മൾ വായു ആസ്വദിക്കുന്നുണ്ട്, ജലം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഭൂമിയുടെ പല റിസോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഒരുപാട് ആൻസിസ്റ്റേഴ്സ് 1700 1600 അല്ലെങ്കിൽ അതിനു മുൻപുള്ള കാലയളവിൽ അവരെന്താണ് നല്ല രീതിയിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് നമുക്ക് ഇനി ശുദ്ധമായുള്ള വായു ഒരു പരിധിവരെ ശ്വസിക്കാനും ശുദ്ധമായ ജലം ഒരു പരിധിവരെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ സാധിക്കുന്നത്. സപ്പോസ് അവർ വിചാരിക്കുകയാണ് 1800 കാലഘട്ടത്തിലൊക്കെ അവർ വിചാരിക്കുകയാണ് എന്തിനാണ് ഭാവിയിലേക്കൊന്നും അധികം പോകണ്ട, നമ്മളെന്താണ് മാക്സിമം നമ്മൾ ജീവിക്കുന്നത് ഒരു 80 കൊല്ലം അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ആ സമയത്തേക്കുള്ള റിസോഴ്സ് നമുക്ക് ഉപയോഗിച്ചാൽ മതി, ഇനി അങ്ങോട്ടുള്ള തലമുറയ്ക്കൊന്നും വേണ്ട എന്ന് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് 2024 പല സിനിമയിലും കാണുന്നത് പോലെ നമ്മൾ എന്താണ് ഓക്സിജൻ ക്യാനും അതുപോലെ തന്നെ 1 ലിറ്റർ കുടിവെള്ളത്തിന് എന്താണ് നമ്മുടെ വീട് പോലും വിൽക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമായിരുന്നു അല്ലെ. ആ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു നമ്മുടെ ആൻസിസ്റ്റേഴ്സ് നമ്മളെ എത്തിച്ചില്ല. സോ നമ്മൾ എന്താണ്, നമ്മളെ വരാൻ വേണ്ടി പോകുന്ന തലമുറ ഭൂമിക്ക് എന്താണ്, നമ്മുടെ മനുഷ്യർക്കാണ് ഈ പറയുന്ന എക്സ്പയർ ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഭൂമിക്ക് ഈ പറയുന്ന എക്സ്പയർ ഡേറ്റ് ഇല്ല. ഇനിയും 1000 അല്ലെങ്കിൽ 10000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുന്നോട്ടേക്ക് പോകാനുള്ളതാണ്. ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യർ മറ്റു ജീവജാലങ്ങളും എന്താണ് ഈ ഒരു ലക്ഷക്കണക്കിന് വർഷം മുന്നോട്ടേക്ക് പോവേണ്ടതാണ്. ഇങ്ങനെ ഈ ഒരു ലക്ഷക്കണക്കിന് വർഷം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ് ഏത് രീതിയിലായിരിക്കണം, സുസ്ഥിരമായിട്ടുള്ള വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആയിരിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ. നമ്മൾ എന്താണ് ഇന്നത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, ഭാവിയിലേക്ക് കൂടെ കാര്യങ്ങൾ നീക്കി വെക്കാനും അതുപോലെ ഭാവിയുമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനും നമുക്ക് വേണം. ഇന്ന് നമ്മൾ ലഭ്യമായിട്ടുള്ള ഫൈനൈറ്റ് ആയിട്ടുള്ള റിസോഴ്സസ് എന്താണ് നമ്മളെല്ലാം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമ്മൾ വരും തലമുറയ്ക്ക് ഒന്നും കാര്യമായിട്ട് ഉണ്ടാവത്തില്ല. സോ ഈ ഒരു കൺസെപ്റ്റിലേക്കാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മെല്ലെ മെല്ലെ എത്തുന്നത്. സോ ഭാവിയിലേക്കുള്ള ഇന്ന് പലതും എന്താണ് ഭാവിയിലേക്ക് നമ്മൾ നീക്കി വെക്കാൻ വേണ്ടി സാധിക്കണം. ആ ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് സെക്കൻഡ് വേൾഡ് വാർ ആണ്. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞല്ലോ. 2ാം ലോക മഹായുദ്ധം 1945 ആവുന്ന സമയത്ത് അവിടെ കഴിഞ്ഞു. അതിനുശേഷമാണ് മെല്ലെ മെല്ലെ ആളുകൾ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് കൺസേൺ ആവാൻ വേണ്ടി തുടങ്ങുന്നത്. നമ്മൾ അന്ന് ഇൻഡസ്ട്രിയൽ 1800 കാലഘട്ടമൊക്കെ 1850 അല്ലെങ്കിൽ 18ാം നൂറ്റാണ്ടിലൊക്കെ എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പോലുള്ള കാര്യങ്ങൾ നടന്നു അല്ലെ. അന്ന് നമുക്ക് അതൊക്കെ വളരെ വലിയ കാര്യമായിരുന്നു. പിന്നീട് എന്താണ് മെല്ലെ മെല്ലെ നമ്മൾ പരിസ്ഥിതിയും അതുപോലെ തന്നെ നമ്മുടെ ആവാസ വ്യവസ്ഥ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് കാരണം നാശം ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ അതിന് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെന്ന ചിന്ത വരുന്നത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലൊരു ആശയം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന രീതിയിലുള്ള നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇന്നത്തെ കാര്യങ്ങൾ നമുക്ക് ഇന്ന് മാത്രമല്ല
നാളെയും കൂടെ നമുക്ക് വേണം. അതെന്താണ്, നാളെ ഇല്ലാത്ത രീതിയിൽ, നാളെ അല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ പോലും എത്താത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നൊരു ചിന്ത വരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്താണ്. നമ്മൾ പറഞ്ഞതുപോലെ 18ാം നൂറ്റാണ്ടിന്റെ ആരംഭിച്ച ആ ഒരു 18ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ എന്താണ്, വ്യവസായവൽക്കരണത്തിന്, അന്ന് തുടങ്ങിയ വ്യവസായവൽക്കരണത്തിന്റെ പ്രത്യാഘാതങ്ങളും പരിസ്ഥിതിയും അതുപോലെ മനുഷ്യന്റെ ജീവിത നിലവാരത്തെയും കാര്യമായിട്ട് സ്വാധീനിച്ചു, അല്ലെങ്കിൽ കാര്യമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. നെഗറ്റീവായിട്ടാണ്, പോസിറ്റീവായിട്ടല്ല. പോസിറ്റീവായിട്ട് എന്ന് പറയുന്നത് നമുക്ക് പണം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രോത്ത് കിട്ടുന്നുണ്ട്. എന്താണ്, മനുഷ്യൻ ജീവിത മൂല്യങ്ങൾ, ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ്, ഈ പറയുന്ന വ്യവസായവൽക്കരണം നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നൊരു തിരിച്ചറിവ് നമുക്ക് വരാൻ വേണ്ടി ഏതാണ്ട് ഒരു 100-200ഓളം വർഷങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു, ഡെവലപ്ഡ് നേഷൻസ് പലതും എന്താണ്, അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രകൃതിയെ കൊള്ളയടിച്ചിട്ടുണ്ടായിരുന്നെന്നും അതിന് വില കൊടുക്കേണ്ടി വരുന്നത് എന്താണ്, ചെറിയ ചെറിയ രാജ്യങ്ങൾ കൂടിയാണ് അല്ലെ. അത് മനസ്സിലാവണമെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചിന്തിക്കാം, നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം എല്ലാ രീതിയിലും എന്താണ്, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം എല്ലാ രീതിയിലും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, എല്ലാ രീതിയിലും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ എന്താണ്, വാഹനങ്ങളിൽ നിന്നുള്ള പൊല്യൂഷൻ പരമാവധി 0% ആക്കി. പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കാൻ വേണ്ടി പറ്റത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെയോ ഡിറ്റക്ട് ചെയ്യും, അങ്ങനെ ഡിറ്റക്ട് ചെയ്തിട്ട് ഫൈന് വരും. ഒരു രീതിയിലും പരിസ്ഥിതി മലിനമാക്കുന്ന രീതിയിൽ ഒരു ആക്ടിവിറ്റി നമ്മൾ ഇന്ത്യയിൽ നടക്കുന്നില്ല. ഇന്ത്യയിൽ എന്താണ്, 0% പൊല്യൂഷൻ അല്ലെങ്കിൽ പരിസ്ഥിതി മലിനീകരണമാണെന്ന രീതിയിൽ ചിന്തിക്കണം. ഇനി ഇന്ത്യ കിടക്കുന്ന പാകിസ്ഥാൻ എന്താണ്, ഇതിൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അവിടെ എന്താണ്, എല്ലാ രീതിയിലുള്ള പ്രകൃതിയെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നമുക്കറിയാം ഭൂമിയിൽ ഒരു അതിർത്തി വരുന്നുണ്ട്. ഓക്കെ, ഭൂമിയിൽ അതിർത്തി നമുക്ക് ഇന്ത്യയും പാകിസ്ഥാനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വേലിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ വ്യോമസേനയായിട്ട് ബന്ധപ്പെട്ട ആ ഒരു അതിർത്തിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, യഥാർത്ഥത്തിൽ നമ്മുടെ ഈ നമുക്ക് ലഭ്യമായിട്ടുള്ള ഭൂമിക്ക്, ഓക്കെ, നമ്മുടെ ഭൂമി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കരാതിർത്തിയാണ്, അല്ലാതെ നമ്മുടെ ഭൂമിക്ക് എന്താണ് ഒരു അതിർത്തി വരുന്നില്ല. ഭൂമിക്ക് എന്താണ്, എല്ലാ രാജ്യങ്ങളും ഒന്നാണ്, ഭൂമിയുടെ പ്രതലത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നാണ്. അത് മനുഷ്യരായാലും മറ്റു ജീവജാലങ്ങളായാലും എല്ലാം ഒന്നാണ് അല്ലെ. സോ പാകിസ്ഥാനിൽ ഇങ്ങനെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആരെയും ബാധിക്കും, അത് നമ്മുടെ ഇന്ത്യയെയും ബാധിക്കും അല്ലെ. സോ പാകിസ്ഥാനിൽ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ 0% ആയിട്ട് നിലനിർത്തിയിട്ടും ഒരു കാര്യവുമില്ല. ഓക്കെ, മനസ്സിലായാലും ഇന്ത്യ 0% ആയിട്ട് നിലനിർത്തിയിട്ടും കാര്യമില്ല. ഇങ്ങനെ പാകിസ്ഥാനിൽ ഒരു 100 പ്ലാസ്റ്റിക് കത്തിച്ചിട്ട് മുകളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ആ ഒരു തീവ്രത എവിടെ എത്തും, ഇന്ത്യയിലും എത്തും. അല്ലാതെ പാകിസ്ഥാൻ ആ ഒരു ഏരിയയിൽ മാത്രമല്ല, ആ ഒരു CSUമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓസോണിന്റെ ഡിപ്ലീഷനും കാര്യങ്ങൾ എന്താണ്, അതിപ്പോ എവിടെ വേണമെങ്കിലും സംഭവിക്കാം. കത്തിക്കുന്നത് പാകിസ്ഥാനിലാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഇമ്പാക്ട് ഇന്ത്യയിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിലാവാം. സോ നമ്മൾ ഈ പറഞ്ഞതുകൊണ്ട് എന്താണ്, ഡെവലപ്ഡ് നാഷൻസ് അവരുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ രാജ്യത്തിന് കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുകയും ആ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിക്ക് നെഗറ്റീവായിട്ട് വരികയും മറ്റ് ആ രാജ്യങ്ങൾ വികസിച്ചും പോയി. ഇനി പാവപ്പെട്ട രാജ്യങ്ങൾ എന്താണ്, പാവപ്പെട്ട രാജ്യങ്ങൾ പരിസ്ഥിതിയെ അവർ കാണുന്നത് അവരുടെ നിത്യജീവിതത്തിനും അതുപോലുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ്. ബട്ട് അവർ പോലും എന്താണ്, ഒരു വെല്ലുവിളിയാവുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുകയും ചെയ്തു. ഓക്കെ, 1945 ശേഷം, രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് ഈ ഒരു കാര്യങ്ങൾ ആവർത്തിച്ചു വന്നത് അല്ലെങ്കിൽ ഉൾത്തിരിഞ്ഞു വന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന്റെ വ്യക്തമായുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ 1960 ആയപ്പോൾ, ഏതാണ്ട് 1960 ആയ സമയത്ത് ഒരു ബുക്ക് വന്നു, ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ദ സൈലന്റ് സ്പ്രിംഗ് എന്നാണ് ബുക്കിന്റെ പേര്. ഇതൊക്കെ സ്ലൈഡിലുണ്ട്. ദ സൈലന്റ് സ്പ്രിംഗ് എന്നാണ് ആ ഒരു ബുക്കിന്റെ പേര്. എന്താണ്, ദ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ബുക്ക് റേച്ചൽ കാർസൺ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ പുസ്തകമായിരുന്നു. റേച്ചൽ കാർസൺ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ദ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകം പുറത്തുവിട്ട സമയത്ത് ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, DDT പെസ്റ്റിസൈഡ് നിങ്ങൾ കേട്ടില്ലേ, DDT എന്ന് പറയുന്ന പെസ്റ്റിസൈഡ്. ഈ DDT എന്ന് പറഞ്ഞ പെസ്റ്റിസൈഡിന്റെ ഉപയോഗം വൈൽഡ് ലൈഫിനെ എങ്ങനെ തകർത്തു എന്ന രീതിയിൽ ഈ പുസ്തകത്തിൽ വ്യക്തമായിട്ട് റേച്ചൽ എഴുതി വെച്ചു. 1960 വന്ന് ദ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ പുസ്തകം എന്താണ്, ഇന്ന് കാണുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഒരു തുടക്കം കുറിച്ച പുസ്തകമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ റേച്ചൽ എന്താണ്, റേച്ചൽ കാർസൺ ദ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ 1960 തുറന്നു കാട്ടി DDT പെസ്റ്റിസൈഡിന്റെ ഉപയോഗം വൈൽഡ് ലൈഫിന് എങ്ങനെ തകർത്തു എന്ന രീതിയിൽ അവര് തുറന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിന്റെ ചുവട് പിടിച്ചിട്ട് എന്താണ്, ഇതിന്റെ ചുവട് പിടിച്ചിട്ട് ക്രമേണ മറ്റു പല മൂടി വെക്കപ്പെട്ട കാര്യങ്ങളും എന്താണ് മെല്ലെ മെല്ലെ പുസ്തകങ്ങളായിട്ട് വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ 1968 ആയ സമയത്ത് 1968 പോൾ എർലിച്ച് എന്താണ്, പോൾ എർലിച്ച് ഒരു പുസ്തകം എഴുതി. പുസ്തകം പോപ്പുലേഷൻ ബോംബ് എന്നാണ്. പോപ്പുലേഷൻ ബോംബ് പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. ആദ്യത്തെ കാര്യം നമ്മുടെ ആ ഒരു പെസ്റ്റിസൈഡ് എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ബാധിച്ചത് എന്നാണെങ്കിൽ നെക്സ്റ്റ് എന്താണ് വരുന്നത്,
പോപ്പുലേഷൻ ബോംബ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ എങ്ങനെയാണ് ഭൂമിയുടെ റിസോഴ്സസിനെ കൊള്ളയടിക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോൾ തന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചു. നാച്ചുറൽ റിസോഴ്സസിന്റെ ദുരുപയോഗം എന്താണ് അദ്ദേഹം 1968 തന്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പോൾ എഴുതി വെച്ചു. ഏതായിരുന്നു പുസ്തകം? പോപ്പുലേഷൻ ബോംബ് എന്നായിരുന്നു ആ ഒരു പുസ്തകത്തിന്റെ പേര്. ഓക്കെ, ആ ഒരു പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, എല്ലാം സ്ലൈഡിൽ വരുന്നുണ്ട്. സോ അങ്ങനെ പ്രധാനമായിട്ട് 2 പുസ്തകങ്ങളുടെ പേര് പറഞ്ഞു. അങ്ങനെ ഈ ഒരു പുസ്തകങ്ങൾ വന്നു. പുസ്തകങ്ങൾ മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും പുറത്തായതോടുകൂടെ അങ്ങനെ പല നോർത്തേൺ കൺട്രീസും അവരുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന രീതിയിൽ മെല്ലെ മെല്ലെ തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ തിരിച്ചറിയുന്ന വേളയിൽ തീർച്ചയായിട്ടും ഒരു സമ്മിറ്റ് നടക്കും അല്ലെ. അങ്ങനെ 1972 എന്താണ് ഒരു സ്റ്റോക്ക്ഹോം കോൺഫറൻസ്, വളരെ ഫേമസ് ആണ്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, വളരെ ഫേമസ് ആണ്. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്താണ് 1972 നടത്തുകയാണ്. UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് ആണ് ഇത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് പിന്നീട് UNEP യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ രൂപീകരണത്തിലേക്ക് 1972 നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ തുടക്കം മാത്രമാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. സോ ഒരു പരിസ്ഥിതിയുടെ ഇമ്പാക്ട് അല്ലെ, പരിസ്ഥിതിയുടെ നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ച് പഠിച്ചു വന്ന സമയത്ത് 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് നടത്തേണ്ടതായിട്ട് വന്നു. UN കോൺഫറൻസ് ഹ്യൂമൻ എൻവയോൺമെന്റ് ആണ് ഇത് കണ്ടക്ട് ചെയ്തത്. ഇത് എന്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു? UNEP-യുടെ രൂപീകരണത്തിലേക്ക് ഇത് നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. അതിനിടയിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രകൃതി നമുക്ക് പ്യൂറസ്റ്റ് ഫോമിൽ പല കാര്യങ്ങളും തരുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? എയർ അതിന്റെ പ്യൂറസ്റ്റ് ഫോമിൽ പ്രകൃതി തരുന്നുണ്ട്. നോക്കിയാൽ പ്രകൃതി എയർ അതിന്റെ പ്യൂറസ്റ്റ് ഫോമിലാണ് നമുക്ക് തരുന്നത്. അത് മലിനമാക്കുന്നത് ആരാണ്? നമ്മളാണ്. വാട്ടർ എന്താണ്? വാട്ടർ അതിന്റെ പ്യൂറസ്റ്റ് ഫോമിൽ പ്രകൃതി തരുന്നുണ്ട്. അതിലെന്താണ് പൊല്യൂഷൻ ചേർക്കുന്നത്? നമ്മൾ മനുഷ്യരാണ്. അതുപോലെ എന്താണ്? ഫുഡ്, ഭക്ഷണ കാര്യങ്ങൾ, നമുക്ക് സ്യൂട്ടബിൾ ആയുള്ള ക്ലൈമറ്റ്, സ്യൂട്ടബിൾ ആയുള്ള മനുഷ്യന് ജീവിച്ചു പോകാനുള്ള ക്ലൈമറ്റും, ഇതൊക്കെ ഈ 4 കാര്യങ്ങൾ, എയർ, വാട്ടർ, ഫുഡ്, സ്യൂട്ടബിൾ ക്ലൈമറ്റ്, ഈ 4 കാര്യങ്ങളും പ്രകൃതി അതിന്റെ പ്യൂറസ്റ്റ് ഫോമിൽ നമ്മൾ മനുഷ്യർക്ക് തരുന്നുണ്ട്. ഇത് ആരാണ് ഇംപ്യൂർ ആക്കി മാറ്റുന്നത്? നമ്മൾ മനുഷ്യരാണ് അല്ലെ. സോ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ഫിസിക്കൽ റിസോഴ്സ് അടക്കം, ഇത് കൂടാതെ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ഫിസിക്കൽ റിസോഴ്സ് അടക്കം നമ്മുടെ ഭൂമി നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ഇതിൽ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ എയറിനെയും വാട്ടറിനെയും ലഭ്യമാവുന്ന ഫുഡിനെയും സ്യൂട്ടബിൾ ക്ലൈമറ്റിനെയും ഒക്കെ നമ്മൾ മായം ചേർത്തിട്ട്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ മായം ചേർത്തിട്ട് നമ്മൾ അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിനെ മായം ചേർക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഭൂമി അതിന്റെ എല്ലാ പരിസ്ഥിതിയോടുകൂടി നമുക്ക് കാര്യങ്ങൾ തരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ നശിപ്പിച്ച് നമ്മുടെ ഭൂമിക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ ഭൂമി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമിയെ നമ്മൾ കൂടുതൽ കുത്തി മുറിവേൽപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ഭൂമി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ടല്ലോ. നിങ്ങൾ കയ്യിലൊരു മുറിവ് വന്നു, ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കയ്യിലൊരു മുറിവ് വന്നു. സാധാരണയായിട്ട് നമ്മൾ ഒന്നുകിലും മരുന്ന് വയ്ക്കും, അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ചിലപ്പം സാധാരണയായിട്ട് പ്ലോട്ടായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ മുറിവ് ഉണങ്ങിയിട്ട് പോയിക്കോളും അല്ലെ. സാധാരണയായിട്ട് മുറിവ് ഉണങ്ങിയിട്ട് പോയിക്കോളും. ബട്ട് നമ്മൾ വീണ്ടും ആ ഒരു മുറിവിലേക്ക്, ആ മുറിവ് ഉണങ്ങുന്നതിന് മുൻപ് വീണ്ടും ആ ഒരു മുറിവിനെ വീണ്ടും മുറിവേൽപ്പിക്കുന്നു. വീണ്ടും മുറിവേൽപ്പിക്കുന്ന സമയത്ത് ആ ഒരു മുറിവേറ്റ ഭാഗം തന്നെ അവിടുന്ന് അടർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഭാവിയിൽ മുറിവേറ്റ ഭാഗം തന്നെ അടർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മുടെ മനുഷ്യൻ കാര്യമാണ് പറഞ്ഞത്. ഭൂമിയുടെ കാര്യം ഇത് തന്നെയാണ് വരുന്നത്. ഭൂമി ഓൾറെഡി നമ്മൾ പല രീതിയിൽ മുറിവേൽപ്പിക്കുന്നു. വീണ്ടും വേസ്റ്റും അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് മുറിവേൽപ്പിച്ച് വരുമ്പോൾ ഭൂമിയുടെ ഭാഗം തന്നെ അടർന്നു പോയേക്കാം. ഭാവിയിൽ ഇപ്പൊ കാണുന്ന പല പ്രത്യാഘാതങ്ങളും, ഫ്ലഡ് ആയി കഴിഞ്ഞാലും ഉരുൾപൊട്ടലായി കഴിഞ്ഞാലും കാര്യങ്ങളൊക്കെ ഭൂമിയുടെ ഇതുപോലെ അടർന്നു പോകുന്ന കാര്യങ്ങളാണ്. ഭൂമി അതിന്റെ പ്യൂറസ്റ്റ് ഫോമിലെല്ലാം നമുക്ക് തരുന്നു. ബട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഭൂമിയെ വീണ്ടും മുറിവേൽപ്പിച്ച് ആ മുറിവിൽ കുത്തി നോൽപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ വരുന്നത്. 1972 കാര്യം നമ്മൾ പറഞ്ഞു. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് കൂടി അല്ലെ. അതിനുശേഷം 1974 മറ്റൊരു സമ്മിറ്റ് കൂടെ നടന്നിട്ടുണ്ട്. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്. 1974 വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് നടന്നിട്ടുണ്ടായിരുന്നു. അവിടെയാണ് സസ്റ്റൈനബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് വന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ സസ്റ്റൈനബിൾ
സൊസൈറ്റി എന്ന രീതിയിലൊരു കൺസെപ്റ്റ് അവിടെ ആദ്യമായിട്ട് വരുന്നു. അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിന് മാത്രമേ സമയം ഉണ്ടാവും. ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുള്ളൂ. ഇനിയാണ് നമ്മൾ യഥാർത്ഥ കഥയിലേക്ക്, ഇത്ര നേരം പറഞ്ഞത് ട്രെയിലർ മാത്രമാണ്. ഇനിയാണ് യഥാർത്ഥ കഥയിലേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ 1972 കഴിഞ്ഞു, 74 കഴിഞ്ഞു, 1983 ആയ സമയത്ത്, 1983 ആയ സമയത്ത് UN എന്ത് ചെയ്തു? യുണൈറ്റഡ് നാഷൻ ഒരു കൗൺസിൽ അല്ലെങ്കിൽ ഒരു കമ്മീഷൻ അങ്ങ് ക്രിയേറ്റ് ചെയ്തു. ഈ കമ്മീഷൻ പേരാണ് വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു കമ്മീഷൻ UN 1983 ക്രിയേറ്റ് ചെയ്തു. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഭൂമിയുടെ നമ്മൾ ഏൽപ്പിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഭൂമിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വേൾഡ് കമ്മീഷൻ ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റിന് UN ക്രിയേറ്റ് ചെയ്തത്. ഈ രീതിയിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല, മറ്റൊരു പേരിൽ പറഞ്ഞാൽ എന്ന് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ എന്ന രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ എന്ന രീതിയിൽ 1983 എന്താണ് ഒരു കമ്മീഷൻ രൂപീകരിച്ചു. ഈ കമ്മീഷനാണ് പിന്നീട് എന്താണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ആ ടേമുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത്. സോ 1983 ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ രൂപീകരിച്ചു. ഈ ഒരു കമ്മീഷനിൽ ചെയർപേഴ്സൺ ആയിട്ട് ഉണ്ടായിരുന്നത് നോർവേയുടെ മുൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഗ്രോ ഹാർലം ബ്രണ്ട്ലാൻഡ് ആണ്. സോ അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഗ്രോ ഹാർലം ബ്രണ്ട്ലാൻഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് തന്നെയാണ് നമ്മൾ സാധാരണ ഓരോ കമ്മീഷൻ, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഒരു കമ്മീഷൻ രൂപീകരിക്കുന്ന അതിന്റെ ചെയർപേഴ്സന്റെ പേരിലാണ് കമ്മീഷൻ അറിയപ്പെടുക അല്ലെ. അത്തരത്തിൽ നോർവേയുടെ മുൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഗ്രോ ഹാർലം ബ്രണ്ട്ലാൻഡിന്റെ പേരിൽ അറിയപ്പെടുന്ന കമ്മീഷനാണ് ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ. എന്തിനാണ് ഇത് നിയോഗിച്ചത്? വേൾഡ് കമ്മീഷൻ ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന രീതിയിൽ UN ക്രിയേറ്റ് ചെയ്ത കമ്മീഷനാണ്. ഈ ഒരു കമ്മീഷൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് ഡെഫിനിഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നൽകിയത് ഈ ഒരു കമ്മീഷനാണ്. എന്താണ്? മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് ഡെഫിനിഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നൽകിയത് ഈ ഒരു കമ്മീഷനാണ്. അങ്ങനെ 1987 ആയ സമയത്ത് ഈ ഒരു കമ്മീഷൻ എന്താണ് അവരുടെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. ഈ ഒരു കമ്മീഷൻ 1987 അവരുടെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഐക്യരാഷ്ട്ര സംഘടന നിയമിച്ച ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ഒരു നിർവചനം അവിടെ വന്നു. അദ്ദേഹം പറയുന്ന കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന രീതിയിൽ ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. എന്താണ്? വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനം എന്ന രീതിയിൽ 1987 പുറത്തുവിട്ട ഈ ഒരു റിപ്പോർട്ടിൽ കമ്മീഷൻ വരുന്നത് 1983 87 റിപ്പോർട്ട് വരുന്നത്. ഈ റിപ്പോർട്ടിലാണ് പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണല്ലേ. അതായത് ഇന്ന് നമുക്ക് ലഭ്യമായ റിസോഴ്സിന് നമ്മളൊരു ലിമിറ്റ് വെച്ച് ഉപയോഗിക്കണം, ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്, ഒരു ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കണം എന്ന രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഈ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് 3 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നെന്താണ്? ഒന്ന് സാമൂഹിക സോഷ്യലായിട്ട് വരുന്ന ലക്ഷ്യങ്ങൾ, മറ്റൊന്ന് സാമ്പത്തിക എക്കണോമിക് ലക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് പാരിസ്ഥിതികമായുള്ള ലക്ഷ്യങ്ങൾ. ഈ 3 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് പരീക്ഷ ചോദ്യമായിട്ട് വരിക. പിന്നെ ഇതിന് ചുവടെ പിടിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ 1992 എർത്ത് സമ്മിറ്റ് റിയോയിൽ വെച്ച് നടന്നു. റിയോയിൽ വെച്ച് നടന്ന എർത്ത് സമ്മിറ്റ് ഒക്കെ ഇതിനെ ചുവടെ പിടിച്ചു വന്നതാണ്. റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്നു എർത്ത് സമ്മിറ്റില് 178 രാജ്യങ്ങൾ പങ്കെടുത്തു. അവിടെയും എന്താണ് ഈ ആശയങ്ങൾ ശക്തമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ റിയോ ഡിക്ലറേഷൻ, അജണ്ട 21, ഫോറസ്റ്റ് പ്രിൻസിപ്പിൾ പോലെയുള്ള ഒരുപാട് തീരുമാനങ്ങൾ വന്നു. അതിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. പിന്നീട് 2002 വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വന്നു. 2012 UN കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയുമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒറിജിൻ. അതുപോലെ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത്. ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സ്ലൈഡിൽ സമാധാനമായിട്ട് നോക്കാം അല്ലെ. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നതാണ് ക്ലാസ്സിൽ. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന രീതിയിൽ ഒരു ഐഡിയ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒക്കെയാണല്ലോ ഇത്രയും കാര്യങ്ങൾ. നമുക്കിനി മെല്ലെ നമ്മൾ സ്ലൈഡിൽ പോയിക്കൂടെ. കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്
has emerged as a broad framework to debate and decide on desirable direction of change in social and economic system, policies, programs, and actions at the national, community, individual level. So concept of sustainable development എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ വ്യക്തിപരമായുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ രാജ്യവുമായിട്ടുള്ള കാര്യങ്ങൾ, അവിടെ വരുന്ന അവരുടെ ആക്ഷൻസ്, അവരുടെ പ്രോഗ്രാംസ്, പോളിസീസ്, ഇതുപോലുള്ള കാര്യങ്ങൾ എന്താണ്, ഇതുപോലുള്ള കാര്യങ്ങൾ ആ വികസനത്തിന്റെ ഒരു സുസ്ഥിരമായ മാതൃക കാണിച്ചു കൊടുക്കണം എന്ന രീതിയിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞാൽ, നമുക്ക് ഇന്ന് ലഭ്യമായുള്ള റിസോഴ്സസ് ഇന്നത്തേക്ക് മാത്രമല്ല നാളെ ഭാവി തലമുറയ്ക്ക് കൂടെ നീക്കി വയ്ക്കുന്ന രീതിയിലായിരിക്കണം. അതിനുവേണ്ട പോളിസീസ് ആയാലും അതിനുവേണ്ട പ്രോഗ്രാംസ് ആയാലും അതിനുവേണ്ട ആക്ഷൻസ് ആയാലും നമ്മുടെ ഇൻഡിവിജ്വൽ ലെവലിലും കമ്മ്യൂണിറ്റി ലെവലിലും നാഷണൽ ലെവലിലും എല്ലാ രീതിയിലും നമ്മൾ കൊണ്ടുവരണം. ജസ്റ്റ് ഒരു ഡെഫിനേഷൻ അവിടെ പറഞ്ഞു എന്ന് മാത്രമേ, കൂടുതലായുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പറയാം. വ്യക്തമായ ഡെഫിനേഷൻ ഒക്കെ പറയുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ട് ലാൻഡ് കമ്മീഷന്റെ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് പറയുന്നുണ്ട്. So, origin of the concept of sustainable development can be traced back to the 1960s when writer and scientist Rachel Carson published her book Silent Spring 1962. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അല്ലെ. എന്തായിരുന്നു? 1962 റേച്ചൽ കാർസൺ എന്ന് പറയുന്ന ഓതർ, സയന്റിസ്റ്റ് ഓതർ, തന്റെ പുസ്തകമായുള്ള ദ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് ആദ്യമായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തുടങ്ങുന്നത്. ഒരിക്കലും അന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന രീതിയിലല്ല പറഞ്ഞത്. ഇന്ന് നമ്മൾ ആ ഒരു മീനിങ് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയല്ലോ. സോ അതിന് തുടക്കമായിട്ട് ഒറിജിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് ദ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിൽ റേച്ചൽ കാർസൺ പറഞ്ഞു വെച്ച കാര്യം. എന്താണ് ആ ഒരു ബുക്കിൽ പറഞ്ഞത്? ദിസ് ബുക്ക് ഡു പബ്ലിക് അറ്റൻഷൻ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് ബൈ ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ് DDT, ഡൈക്ലോറോ ഡൈഫിനൈൽ ഈഥേൻ എന്ന് പറഞ്ഞ DDT പെസ്റ്റിസൈഡ് നമ്മൾ ഉപയോഗിക്കാറില്ലേ. DDT പെസ്റ്റിസൈഡ് അന്ന് ആ ഒരു പ്രദേശങ്ങളിൽ വൈൽഡ് ലൈഫിനെ എങ്ങനെ നശിപ്പിച്ചു, അല്ലെങ്കിൽ വൈൽഡ് ലൈഫിനെ ഏത് രീതിയിൽ മോശമായിട്ട് ബാധിച്ചു എന്നതിനെ കുറിച്ച് റേച്ചൽ കാർസൺ വ്യക്തമായിട്ട് പഠിക്കുകയും ദ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതി വെക്കുകയും ചെയ്തു അല്ലെ. DDT എന്ന് പറഞ്ഞ പെസ്റ്റിസൈഡ് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? DDT എന്ന് പറഞ്ഞ പെസ്റ്റിസൈഡ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആദായം കിട്ടാനും ആ ഒരു കാര്യങ്ങൾക്കാണ്, പെട്ടെന്ന് വിളവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ. സെയിം കാര്യം തന്നെ എൻഡോസൾഫാൻ പോലുള്ള കാര്യം തന്നെ ആലോചിച്ചാൽ മതി. എൻഡോസൾഫാൻ ഏത് രീതിയിൽ നമ്മുടെ നെഗറ്റീവായിട്ട്, അതിപ്പോ പരിസ്ഥിതി ആയാലും മനുഷ്യനെ ആയാലും ഏത് രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതെന്ന് ആലോചിച്ചാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവും. സോ റേച്ചൽ കാർസൺ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ തുടക്കം അവിടെ കുറിക്കുകയാണ് തന്റെ പുസ്തകമാണ് ദ സൈലന്റ് സ്പ്രിംഗ് എന്ന രീതിയിൽ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല, അവിടെ എന്താണ് പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ഇമ്പാക്ട് അല്ലെ, ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. ഇന്ന് മാത്രമല്ല നാളെ കൂടെ നമുക്ക് എന്താണ് വേണ്ട രീതിയിൽ ഡെവലപ്മെന്റ് നടത്തണം എന്ന് പറഞ്ഞ കൺസെപ്റ്റിന് തുടക്കം കുറിക്കുന്നത് ഈ ഒരു പുസ്തകത്തിലൂടെയാണ്. This work was turning point in the understanding of interconnections among the environment, the economy and the social well-being. Sustainable development എന്ന് പറയുമ്പോൾ എല്ലാം ഇന്റർകണക്ട് ആയിട്ടുള്ളതാണ്. സോ ഇന്റർകണക്ട് ആയതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആക്ടിവിറ്റീസ് പ്രകൃതിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്, അത് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ് അവിടെ എടുത്തു പറയുന്നത് അല്ലെ. സോ ആ ഒരു കാര്യം തന്നെയല്ലേ ഈ ഒരു പുസ്തകത്തിലും പറയുന്നത്. DDT എന്ന് പറയുന്ന നമ്മൾ മനുഷ്യർ കണ്ടുപിടിച്ചാൽ ആ ഒരു രാസവസ്തു എങ്ങനെ പ്രകൃതിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു, അതിലൂടെ ഭാവിയിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് സൈഡ്സ് അല്ലേ റേച്ചൽ കാർസൺ എടുത്തു കാണിച്ചത്. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തുടക്കം എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഗ്രാജുവലി ഇൻ ദിസ് പീരീഡ് ഫിയർ ഓഫ് ഗ്ലോബൽ എൻവയോൺമെന്റൽ ലിമിറ്റ്സ് ബിഗാൻ ടു എമേർജ്. അങ്ങനെ ഈ ഒരു പുസ്തകത്തിൽ കാര്യം വന്ന സമയത്ത് ആളുകൾ പരക്കെ എന്താണ് ആശങ്കപ്പെടാൻ വേണ്ടി തുടങ്ങി. ഈ ഒരു DDT ഞങ്ങളും ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഭാവിയിൽ പ്രശ്നം വരുമോ എന്ന രീതിയിൽ ആളുകൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ മറ്റു പല കാര്യങ്ങളും മെല്ലെ മെല്ലെ ഉയർന്നു വരാൻ വേണ്ടി തുടങ്ങി. സൂൺ ആഫ്റ്റർ ദ ആനിമൽ പോപ്പുലേഷൻ ബയോളജിസ്റ്റ് പോൾ എൻറിച്ച് പബ്ലിഷ് ദ ബുക്ക് പോപ്പുലേഷൻ ബോംബ്. എന്താണ് പോൾ എൻറിച്ച് എന്ന് പറയുന്ന ബയോളജിസ്റ്റ് തന്റെ പുസ്തകമായുള്ള പോപ്പുലേഷൻ ബോംബ് എന്ന് പറഞ്ഞ 1968 പുസ്തകത്തിലൂടെ എന്തു പറഞ്ഞു? കണക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ പോപ്പുലേഷൻ, റിസോഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് എൻവയോൺമെന്റ്. അതായത് വർദ്ധിച്ചു വരുന്ന മനുഷ്യന്റെ ജനസംഖ്യ ഏത് രീതിയിൽ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, എൻവയോൺമെന്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങി അല്ലെ. നമ്മൾ ഈ ഒരു ഭൂമിയിലെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്താണ് അൺലിമിറ്റഡ് ആണല്ലേ. നമ്മൾ പലപ്പോഴും എക്കണോമിക്സിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. നമ്മളിപ്പോ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കടയിലുള്ള എല്ലാ സാധനവും വാങ്ങാൻ വേണ്ടി ആഗ്രഹം ഉണ്ടാവും അല്ലെ. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ വാങ്ങാത്തത്? അതിന് മാത്രം പൈസ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്
നമ്മൾ വാങ്ങാത്തത്. അതുപോലെ മനുഷ്യന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ഭൂമിയിൽ ലഭ്യമായുള്ള റിസോഴ്സ് അതുപോലെ ലാൻഡ് നമ്മുടെ ഇന്ത്യയുടെ ലാൻഡ് ഏരിയ എത്രയാണ്? 15,000 സംതിങ് സ്ക്വയർ കിലോമീറ്റർ ആണല്ലേ. അതിന് മേലെ ഒരു ലാൻഡ് ഏരിയ നമ്മുടെ ഇന്ത്യയിൽ ഭൂമിക്കും ഫൈനൈറ്റ് ആയുള്ള ഭൂമിക്ക് വളരെ വലിയ ഭൂമിയാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എന്താണ് അളന്നു കഴിഞ്ഞാൽ ഫൈനൈറ്റ് ആയുള്ള ഒരു വിസ്തൃതി നമുക്ക് കിട്ടും അല്ലെ. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഈ ലഭ്യമായ ഏരിയയിൽ ഒരു കാര്യം ചെയ്താൽ മതിയോ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബിസിനസ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്, ഒരുപാട് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട് അല്ലെ. സോ ഈ ഒരു പോപ്പുലേഷൻ കൂടുന്നതിന് കണക്കായിട്ട് എന്താണ് ആവശ്യങ്ങൾ കൂടിക്കൂടി വരും. ആളുകൾക്ക് എന്താണ് കാര്യങ്ങൾ ലഭ്യമാവാതെ വരും. അതുവരെ നമ്മൾ അഗ്രികൾച്ചർ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മേഖലയിലേക്ക് കൂടുതൽ വീടുകൾ വരാൻ വേണ്ടി തുടങ്ങും. അതിന്റെ ഭാഗമായിട്ട് വയലും കാര്യങ്ങളും നമ്മൾ നികത്തും. അതെന്താണ് ഇത് പ്രകൃതിക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും അല്ലെ. സോ ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന ഹ്യൂമൻ പോപ്പുലേഷൻ എങ്ങനെയാണ് റിസോഴ്സസിന് അല്ലെങ്കിൽ നാച്ചുറൽ അല്ലെങ്കിൽ എൻവയോൺമെന്റിന് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്ന രീതിയിൽ പോൾ എൻറിച്ച് തന്റെ പുസ്തകമായ പോപ്പുലേഷൻ ബോംബിലൂടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. The government of the northern countries began to recognize that process of ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് വാസ് ഡാമേജിങ് എൻവയോൺമെന്റ്. അങ്ങനെ എന്താണ് അങ്ങനെ അവർ മെല്ലെ ആ ഒരു സത്യം തിരിച്ചറിയുകയാണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് നമ്മുടെ എൻവയോൺമെന്റിന് ഡാമേജ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് മുൻപും അറിയുന്ന കാര്യം തന്നെയാണ്. എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾ ശ്രദ്ധ നേടുന്ന സമയത്ത് എന്താണ് ഇതില് അവർ ഇടപെടാൻ വേണ്ടി തുടങ്ങി. മുൻപെന്താണ് അവർക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന അവർക്കറിയാം. അവരുടെ ലക്ഷ്യം എന്തുമാത്രമാണ്? തങ്ങളുടെ രാജ്യത്തിന് വികസനം, GDP വർദ്ധിക്കുക, രാജ്യത്ത് കൂടുതൽ വരുമാനം ഉണ്ടാക്കുക, കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക, കൂടുതൽ ഇൻഡസ്ട്രീസ് വരിക. സോ കൂടുതൽ ഇൻഡസ്ട്രീസ് വരുമ്പോൾ ചിലപ്പോൾ എന്താണ് ആ ഒരു ഏരിയയിൽ ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ ഇൻഡസ്ട്രീസ് വരും, ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടെ വേസ്റ്റ് വരും. സോ അതിലൂടെ എന്താണ് രാജ്യത്തിന് വികസനം ഉണ്ടാവും. എന്താണ് ഒരു കാര്യങ്ങൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും നെഗറ്റീവായിട്ട് ബാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ 0% എമിഷനാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നെങ്കിൽ പാകിസ്ഥാനിൽ നിന്നാണ് 100% എമിഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് ഇന്ത്യയെ കൂടി ബാധിക്കുമെന്ന് പറഞ്ഞു അല്ലെ. സോ ഇത്തരത്തിൽ ഡെവലപ്ഡ് നാഷൻസ് അവരുടെ സെൽഫിഷ് ആക്ടിവിറ്റീസിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നല്ല രീതിയിൽ പോകുന്ന രാജ്യങ്ങളെ കൂടി അത് ബാധിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ 1972 എന്താണ് ഒരു കോൺഫറൻസ് വിളിക്കുകയാണ്. യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് വാസ് ഓർഗനൈസ്ഡ് സ്റ്റോക്ക്ഹോം 1972. 1972 സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ട് എന്താണ് UNCHEU ഒരു കോൺഫറൻസ് വിളിക്കുകയാണ്. ഫോർ ദ ഫസ്റ്റ് ടൈം ദ ഐഡിയ ദാറ്റ് എൻവയോൺമെന്റ് വാസ് എ ക്രിട്ടിക്കൽ ഡെവലപ്മെന്റ് ഇഷ്യൂ വാസ് പ്ലേസ്ഡ് ഓൺ ദിസ് ഇന്റർനാഷണൽ അജണ്ട. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ പരിസ്ഥിതി വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഒക്കെ പരിസ്ഥിതിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന രീതിയിൽ ആദ്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ചർച്ച വരുന്നത് 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിലാണ്. യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് ഈ കോൺഫറൻസ് ഓർഗനൈസ് ചെയ്തത്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് ചോദ്യം വരും. ഇറ്റ് ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് UNEP. നമ്മൾ ഇന്ന് കേൾക്കുന്ന യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP ഹെഡ്ക്വാർട്ടേഴ്സ് നെയ്റോബി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അത് രൂപീകരിക്കാൻ കാരണമായ ഒരു കോൺഫറൻസ് ആണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. ദ ഫസ്റ്റ് ഡയറക്ടർ ഓഫ് UNEP Maurice Strong pointed out eco development which integrated development with environment protection. നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന അതല്ല, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണല്ലേ. ആദ്യത്തെ UNEPയുടെ ഡയറക്ടർ ആയിട്ടുള്ള മൗറീസ് സ്ട്രോങ് പറഞ്ഞ കൺസെപ്റ്റ് സെയിം തന്നെയാണ്. ബട്ട് അദ്ദേഹം മറ്റൊരു രീതിയിലാണ് പേര് നൽകിയത്. എക്കോ ഡെവലപ്മെന്റ് എന്ന രീതിയിലാണ് അദ്ദേഹം പേര് നൽകിയത്. അവിടെയും എന്താണ് പറഞ്ഞത്? നമ്മുടെ ഡെവലപ്മെന്റ് വികസനമായി ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ വികസനമായി എന്താണ് അത് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ മാത്രം, എൻവയോൺമെന്റ് നെഗറ്റീവായിട്ട് വരുന്ന രീതിയിൽ നിങ്ങൾ വികസനം ചെയ്യരുത്, ദയവ് ചെയ്ത് നിങ്ങൾ എന്താണ് പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിൽ വികസനം ചെയ്യരുത് എന്ന രീതിയിൽ മൗറിസ് സ്ട്രോങ് പറയുകയും ആ ഒരു ടേമിന് അദ്ദേഹം എക്കോ ഡെവലപ്മെന്റ് എന്ന രീതിയിൽ കോയിൻ ചെയ്യുകയും ചെയ്തു. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ ആ ഒരു കാര്യങ്ങൾ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ തുടക്കത്തിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. നാച്ചർ പ്രൊവൈഡ്സ് ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് എക്കണോമിക്സ് വിത്ത് കോംപ്ലക്സ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. എന്തൊക്കെയാണ്? എയർ തരുന്നുണ്ട്, എല്ലാം ഫ്രഷ് ആണ്. വാട്ടർ തരുന്നുണ്ട്, ഫുഡ് തരുന്നുണ്ട്, സ്യൂട്ടബിൾ ക്ലൈമറ്റ് ഫോർ സർവൈവൽ. നമ്മുടെ ഭൂമി അല്ലെങ്കിൽ നാച്ചുറൽ നമുക്ക് എല്ലാം ഫ്രഷ് ആയിട്ടാണ് തരുന്നത്. എയർ ആയാലും വാട്ടർ ആയാലും ഫുഡ് ആയാലും സ്യൂട്ടബിൾ ക്ലൈമറ്റ് ആയാലും. ബട്ട് നമ്മൾ പറയുന്നത് എന്താണ്? പൊല്യൂട്ടഡ് ക്ലൈമറ്റ്, പൊല്യൂട്ടഡ് വാട്ടർ, പൊല്യൂട്ടഡ് എയർ എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലെ. അത് ആരാണ് പൊല്യൂഷൻ ആക്കുന്നത്? നമ്മളാണ്. എങ്ങനെയാണ് ആക്കുന്നത്? നമ്മുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിലൂടെ മറ്റ് അർബനൈസേഷൻ പോലുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പൊല്യൂഷൻ ആക്കുന്നത്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ഫിസിക്കൽ റിസോഴ്സ് ദാറ്റ് ആർ നെസസറി ഫോർ ദ സസ്റ്റൈൻ
സസ്റ്റൻസ് ഓഫ് എക്കണോമിക്സ്. ഫിസിക്കൽ റിസോഴ്സ് മൈന് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ടല്ലേ. നാച്ചുറൽ റിസോഴ്സ് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഓയിൽ അതുപോലുള്ള കാര്യങ്ങൾ. അത് എന്തിനാണ്? അത് മനുഷ്യന്റെ ആവശ്യത്തിന് എടുക്കുക, അനാവശ്യത്തിനല്ല എടുക്കേണ്ട, മനുഷ്യന്റെ ആവശ്യത്തിന്. ഒരു പ്രദേശത്ത് ഇത്ര മൈന് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ നിർത്തണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? അവിടുന്ന് കുഴിച്ചെടുത്തിട്ട് എല്ലാ രാജ്യങ്ങളും കൊടുക്കാൻ വേണ്ടി തുടങ്ങും. അല്ലെങ്കിൽ പാവപ്പെട്ട രാജ്യങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് അവരുടെ പ്രകൃതി വിഭവങ്ങൾ മറ്റു രാജ്യങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ദിസ് ഇസ് നോൺ ആസ് ദ സസ്റ്റൈനബിലിറ്റി ഓഫ് നേച്ചർ ഓഫ് ഇക്കോസിസ്റ്റം ഓർ എൻവയോൺമെന്റ്. എന്താണ് നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ റിസോഴ്സ് അതുപോലെ ഭൂമി നമുക്ക് തരുന്ന ആ ഒരു കാര്യങ്ങൾ എന്താണ് നമ്മൾ എൻവയോൺമെന്റ് അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്ന രീതിയിൽ വിളിക്കാറുണ്ട് അല്ലെ. നേച്ചർ ഹാസ് സപ്പോർട്ടഡ് ആൻഡ് മെയിൻറ്റെയിൻ ലൈഫ് ഓൺ എർത്ത് സിൻസ് ടൈം ഇമ്മെമ്മോറിയൽ ആൻഡ് ഷുഡ് കണ്ടിന്യൂ ടു ഡു സോ ഇൻ ദ ഫ്യൂച്ചർ. നമുക്ക് ഓർമ്മയുള്ളതോ അല്ലെങ്കിൽ ഓർമ്മയില്ലാത്ത കാലം തൊട്ടിട്ട് ലക്ഷക്കണക്കിന് വർഷം മുൻപ് തന്നെ നമ്മുടെ ഭൂമിയിൽ ജീവനും ഉണ്ട്. അതുപോലെ തന്നെ ഈ ജീവന്റെ കാര്യങ്ങൾ, എയറായുള്ള കാര്യം, എയർ കഴിഞ്ഞ വർഷം കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല. എയറും വാട്ടറൊന്നും കഴിഞ്ഞ വർഷം ഒന്നും കണ്ടുപിടിച്ച കാര്യമല്ല, വർഷങ്ങളായിട്ട് നമ്മുടെ ഭൂമിയിലുള്ള കാര്യമാണ്. ചന്ദ്രനിലൊക്കെ നമ്മൾ വെള്ളം തേടി നടക്കുന്നുണ്ട്. ഭൂമിയിൽ എന്താണ് നമുക്ക് ഓർമ്മയുള്ള അല്ലെങ്കിൽ ചരിത്രമൊക്കെ ഉള്ളതിന് മുൻപ് തന്നെ ഈ ഭൂമിയിൽ വായുവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. എന്താണ് അതിന്റെ പ്യൂരിറ്റി കുറഞ്ഞു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഭാവിയിലേക്കും വേണം. നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഭാവിയിൽ അത് എത്തത്തില്ല, അല്ലെങ്കിൽ ഒരു 100-200 വർഷം കൊണ്ട് ഫുൾ പൊല്യൂട്ടഡ് ആവും എന്നൊരു ചിന്ത വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോലുള്ള ആക്ഷൻസ് വരുന്നത്. വി ഹാവ് ബീൻ ഇന്റർഫിയറിംഗ് വിത്ത് sustainability of natural system through our various activities, and if we continue on the same trajectory, not only other life forms but also very existence of mankind is threatened. നമ്മൾ പറയാറുണ്ടല്ലേ, കാട് നശിപ്പിച്ചാൽ എന്താണ്, കാട്ടിലെ ജീവികൾക്ക് അവർ വേറെ എവിടെയെങ്കിലും പോട്ടെ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കും. ബട്ട് എന്താണ്, അവർ പോകുന്നത് മാത്രമല്ല, അത് മെല്ലെ ഈ ഒരു കാടുകളൊക്കെ നമ്മൾ നശിപ്പിച്ച് വരുന്ന സമയത്ത് നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ അവിടെ ഇല്ലാതാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പൊ നമ്മൾ തിരിച്ചറിയത്തില്ല. ഭാവിയിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, ഓക്കെ പണ്ട് നമ്മൾ ചെയ്ത് കാരണത്താലാണ് ഇങ്ങനെ സംഭവിച്ചെന്ന രീതിയിൽ നമ്മൾ തിരിച്ചറിയുക. ലിമിറ്റ്സ് ടു നേച്ചേഴ്സ് കപ്പാസിറ്റി ടു അബ്സോർബ് ഇമ്പാക്ട്. നമ്മൾ ഭൂമിയെ തുരന്ന് അങ്ങേയറ്റം തുരന്നു അല്ലെ. എന്തായാലും നമ്മൾ പറയാറുണ്ട് ക്ഷമക്കൊരു പരിധി ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഭൂമിയെ ക്ഷമിക്കും എന്താണ്, ഒരു പരിധിയുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ ഭൂമി എന്താണ് തിരിച്ചടിക്കാൻ വേണ്ടി തുടങ്ങും. വൺസ് ഓൾട്ടറേഷൻ ഓഫ് നേച്ചേഴ്സ് ഇനീഷ്യൽ സ്റ്റേറ്റ് ഒക്കേഴ്സ്, ഇറ്റ് കനോട്ട് ക്വിക്ലി റിവേർട്ട് ബാക്ക് ടു ദി ഇനീഷ്യൽ സ്റ്റേറ്റ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ വായു മലിനീകരണമാക്കി കഴിഞ്ഞാൽ തിരിച്ചു നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ ഒരുപാട് ടെക്നോളജി വളർന്നു എന്ന് പറഞ്ഞിട്ടും ഇന്നും എന്താണ് നമുക്ക് എയറിന് അതിന്റെ എക്സാക്ട് ക്വാളിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയൊന്നും നമുക്ക് പറ്റത്തില്ല. ഒരു പരിധി വരെ നമുക്ക് പറ്റത്തുള്ളൂ. നാച്ചുറൽ ഹാസ് എ ലിമിറ്റഡ് കപ്പാസിറ്റി ടു വിത്ത്സ്റ്റാൻഡ് റാപ്പിഡ് ചേഞ്ച്. നമ്മളിപ്പോ മനുഷ്യരായാലും നമുക്കൊരു പരിധിക്ക് മേലെ പോയാൽ, എത്ര സമാധാനപ്രിയനായാലും ഒരു പരിധിക്ക് മേലെ പോയി കഴിഞ്ഞാൽ ആള് പൊട്ടിത്തെറിക്കും അല്ലെ. അതേ അവസ്ഥയാണ് ഭൂമിക്കും വരുന്നത്. Thus today the challenge before mankind is to determine state in which we wish to live and to continue living within the limits inherited in nature's process within nature's carrying capacity. So നമ്മൾ എന്തിനാണ് ശ്രമിക്കുന്നത്? നമ്മൾ ശ്രമിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ കപ്പാസിറ്റി എത്രയാണോ അല്ലെങ്കിൽ ഭൂമി നമുക്ക് എന്താണോ തരാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് നമ്മൾ എടുക്കുക, അല്ലാതെ ഭൂമിയെ ദുരുപയോഗം ചെയ്തിട്ട് നമ്മൾ എടുക്കരുത്. സോ അതിനു വേണ്ടിയുള്ള കൺസെപ്റ്റ് ഒക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലൂടെയൊക്കെ വരുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ സൊസൈറ്റി. സസ്റ്റൈനബിൾ സൊസൈറ്റി എമേർജ്ഡ് അറ്റ് എ സ്റ്റഡി conference on science and technology for human development convened by the World Council of Churches. World Council of Churches നടന്ന ആ ഒരു സമ്മിറ്റിലാണ് സസ്റ്റൈനബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ടേം വരുന്നത്. സസ്റ്റൈനബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ടേം ഏത് സമ്മിറ്റിൽ വന്നു അല്ലെങ്കിൽ ഏത് മീറ്റിംഗിൽ വന്നു എന്ന് വെച്ചാൽ വേൾഡ് കൗൺസിൽ ചർച്ചസ് നടത്തിയ ആ ഒരു മീറ്റിംഗിലാണ്, ഈ ഒരു കോൺഫറൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന മീറ്റിംഗിലാണ് സസ്റ്റൈനബിൾ സൊസൈറ്റി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഇതുപോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എക്കോ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ കാര്യമൊന്നും അങ്ങനെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് നമ്മൾ മെല്ലെ എത്തുകയാണ്. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ രണ്ട് ടേംസ് വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ്? സസ്റ്റൈനബിലിറ്റി അതുപോലെ ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് നമുക്ക് പരിചിതമാണ്. എന്നാൽ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സുസ്ഥിരത നമുക്ക് അത്രത്തോളം പരിചിതമല്ല. സുസ്ഥിരത എന്ന് പറയുമ്പോൾ എന്താണ്? മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവുകയാണല്ലേ. ഒരു ഇപ്പോഴത്തെ പ്രോസസ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഏത് അവസ്ഥയിലാണുള്ളത് അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിനാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്ന രീതിയിൽ പറയുന്നത്. ടേം സസ്റ്റൈനബിലിറ്റി ഹാസ് ബീൻ ഡിഫൈൻഡ് വേരിയസ്ലി സച്ച് ആസ് സസ്റ്റൈനബിലിറ്റി refers to പ്രോസസ് ഓർ സ്റ്റേറ്റ്. ചിലപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഡയറക്റ്റ് വരിക. നമ്മൾ എല്ലാം പഠിച്ചു പോയിട്ട് അവസാനം ഇതൊക്കെ വരും. പ്രോസസ് ഓർ സ്റ്റേറ്റ് ദാറ്റ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ഇൻഫിനിറ്റ്ലി. എന്താണ്? നമുക്ക് ഒരുപാട് കാലം, ഇത്ര കാലം എന്നല്ല, 5 വർഷം 10 വർഷം എന്നല്ല, നമുക്ക് ഇനി അങ്ങോട്ട് എത്രയുണ്ടോ അത്രയും നീണ്ടു പോകാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. നാച്ചുറൽ റിസോഴ്സ് മസ്റ്റ് ബി യൂസ്ഡ് ഇൻ എ വേ ദാറ്റ് ഡു നോട്ട് ക്രിയേറ്റ് എക്കോളജിക്കൽ ഡെബ്സ്
ബൈ ഓവർ എക്സ്പ്ലോയിറ്റിംഗ് കാരിങ് ആൻഡ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് എർത്ത്. നമ്മൾ നാച്ചുറൽ റിസോഴ്സ് എന്താണ്, ഒരിക്കലും നമ്മൾ നമ്മുടെ ഭൂമിയുടെ ആ ഒരു കാര്യങ്ങളെ എന്താണ് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല. എ മിനിമം നെസസറി കണ്ടീഷൻ ഫോർ സസ്റ്റൈനബിലിറ്റി ഈസ് ദ മെയിൻ്റെനൻസ് ഓഫ് ദ ടോട്ടൽ നാച്ചുറൽ ക്യാപിറ്റൽ സ്റ്റോക്ക് അറ്റ് അബോവ് ദ കറന്റ് ലെവൽ. ഇപ്പൊ എത്രയാണ് ഭൂമിക്ക് താങ്ങാൻ വേണ്ടി പറ്റുന്നത് അതിന്റെ താഴെ മാത്രം നമ്മൾ ചെയ്യുക, അതിന് മുകളിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പാടില്ലെന്നാണ് സസ്റ്റൈനബിലിറ്റി പറയുന്നത്. ഡെവലപ്മെന്റ് എല്ലാവർക്കും അറിയാം എന്താണെന്ന്. ഡെവലപ്മെന്റ് മീൻസ് social and economic improvement in a broad sense. It is needed to create opportunities, prosperity, and choices for all inhabitants of the world, and it must proceed in a way that leaves a choice available for the future generation also. Development തീർച്ചയായിട്ടും വേണം. നമ്മളിപ്പോ ഒരു ഏരിയയിൽ 1 ലക്ഷം ജനങ്ങളുടെ ആ ഒരു 1 ലക്ഷം ജനങ്ങൾക്ക് തൊഴിൽ വേണം, വരുമാനം വേണം അല്ലെ. സോ ആ ഒരു വരുമാനം വേണമെങ്കിൽ എന്താണ്, അവർക്ക് തൊഴിലവസരങ്ങൾ വേണം. അതിനെന്താണ്, ഇൻഡസ്ട്രീസ് വേണം. ഇൻഡസ്ട്രീസ് വേണമെങ്കിൽ ഡെവലപ്മെന്റ് വേണം അല്ലെ. സോ ഇത്തരത്തിൽ ഡെവലപ്മെന്റ് നമുക്ക് വേണം. നമ്മൾ ഈ ഒരു ആളുകൾക്ക് ജീവിച്ചു പോകണമെങ്കിൽ തീർച്ചയായും ഡെവലപ്മെന്റ് വേണം. ഡെവലപ്മെന്റ് എന്താണ്, ഇന്നത്തേക്ക് മാത്രമല്ല ഭാവിയെ കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഈ ഒരു ഡെവലപ്മെന്റ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഹോളിസ്റ്റിക് ഗ്രോത്ത് ഓഫ് ദ ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ എൻവയോൺമെന്റ് ടുവേർഡ്സ് ഓട്ടോണോമി ആൻഡ് ഫ്രീഡം. ഭാവിയിലേക്ക് കൂടെ കരുതിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. സസ്റ്റൈനബിലിറ്റി, ഡെവലപ്മെന്റ് രണ്ട് ടേംസും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ യഥാർത്ഥ കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ ട്രെയിലർ കഴിഞ്ഞു, യഥാർത്ഥ കഥയിലേക്ക് വരികയാണ്. Concept of sustainable development was emphasized by the UN Conference on Environment and Development, United Nations Conference on Environment and Development അല്ലെങ്കിൽ UNCED-ലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇത്ര നേരം നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന രീതിയിലല്ല, മറ്റു രീതിയിലൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന രീതിയിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന കൺസെപ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. UN-ന്റെ കോൺഫറൻസ് എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റിലാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ 1983 UN എന്താണ്, UN വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് രൂപീകരിക്കുകയാണ്. യുണൈറ്റഡ് നേഷൻ ക്രിയേറ്റഡ് വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. ഇതിനെ മറ്റു രീതിയിൽ പറഞ്ഞാലായിരിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. എന്താണ് ബ്രൺലാൻഡ് കമ്മീഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രൺലാൻഡ് കമ്മീഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പറയേണ്ട കമ്മീഷനാണ്. ആദ്യം പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് കഥ പോലെ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത്. സോ വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റിന്റെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബ്രൺലാൻഡ് കമ്മീഷൻ. നമ്മൾ ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു കമ്മീഷൻ രൂപീകരിച്ചിട്ട് അതിന്റെ തലപ്പത്തേക്ക് ചെയർമാനായിട്ട് ഒരു വ്യക്തിയെ വെക്കും. എന്നിട്ട് ആ ഒരു ചെയർമാന്റെ പേര് കമ്മീഷൻ അങ്ങ് നൽകും അല്ലെ. അതേ കാര്യമാണ് ഇവിടെ ചെയ്തത്. നോർവേയുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള വനിതയായ റോ ഹാർലം ബ്രെഡ്ലാൻഡിനെ ചെയർപേഴ്സണായിട്ട് നിയമിക്കുകയും എന്നിട്ട് ആ ഒരു കമ്മീഷൻ എന്താണ് അവരുടെ പേര് നൽകുകയും ചെയ്തു. ഇൻ 1983 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി സെറ്റപ്പ് the World Commission on Environment and Development with the Norwegian Prime Minister Gro Harlem Brundtland as the chairperson. അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് ആരെയാണ്? ഗ്രോ ഹാർലം ബ്രൺലാൻഡ്. നമ്മൾ ബ്രൺലാൻഡ് എന്ന് മാത്രം പഠിച്ചു പോയിട്ട് ചിലപ്പോൾ ഓപ്ഷനിൽ എന്താണ് 2-3 തരം ബ്രൺലാൻഡ് തരും. നമ്മുടെ PSC അങ്ങനെ ഒരു സ്വഭാവമുള്ളതാണ്. 2-3 തരം ബ്രൺലാൻഡ് തന്നു കഴിഞ്ഞാൽ ഗ്രോ ഹാർലം ബ്രൺലാൻഡ് ആണെന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. ആരായിരുന്നു പ്രധാനമന്ത്രി, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ല, ആരായിരുന്നു ഇതിന്റെ ചെയർപേഴ്സൺ? പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ നോർവേയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു ഗ്രോ ഹാർലം ബ്രൺലാൻഡ്. ആ ഒരു വ്യക്തിയാണ് ചെയർപേഴ്സൺ ആയിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നത്. ദിസ് മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് ഡെഫിനിഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വാസ് ഗിവൺ ബൈ Brundtland Commission in its report Our Common Future 1987. 1983 നിയമിച്ച ബ്രഡ്ലാൻഡ് കമ്മീഷൻ അങ്ങനെ 84, 85, 86, 87 4 വർഷമായിട്ട് ഇങ്ങനെ പഠനം നടത്തിയിട്ട് അവർക്ക് എന്ത് തീരുമാനമായി, അവർക്കൊരു തീരുമാനം വന്നു. അവർ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. റിപ്പോർട്ടിന് ഒരു തലക്കെട്ടും കൊടുത്തു, അവർ കോമൺ ഫ്യൂച്ചർ. അതെന്താണ് മീൻ ചെയ്യുന്നത്? നമുക്കെല്ലാവരും ഒരുപോലെ ആവശ്യമുള്ള നമ്മുടെ ഭാവിയാണ്. ആ ഭാവിയെ നമ്മൾ എങ്ങനെ കാണണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് കമ്മീഷൻ ആ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചു. സോ അതിനെയാണ് നമ്മൾ ബ്രൺലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ അവർ കോമൺ ഫ്യൂച്ചർ എന്ന രീതിയിൽ വിളിക്കുന്നത്. സോ 2 കാര്യം പഠിക്കണം. ഒന്ന്, 1983 ബ്രൺലാൻഡ് കമ്മീഷൻ വന്നത്. അതിന്റെ ചെയർപേഴ്സൺ ഗ്രോ ഹാർലം ബ്രൺലാൻഡ് ആണ്. രണ്ടാമത്തത് 1987 ഈ ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നത്. റിപ്പോർട്ട് നമ്മൾ അവർ കോമൺ ഫ്യൂച്ചർ എന്ന രീതിയിലാണ് വിളിക്കുന്നത്. ഈസ് ഡിഫൈൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആസ് meeting the needs of present without compromising the ability of future generation to meet their own needs. ഈ
ഡെഫിനിഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദ്യം വരിക താഴെ പറയുന്നതിൽ എന്താണ് റൺലാൻഡ് കമ്മീഷന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിനിഷൻ എന്ന രീതിയിൽ ചോദ്യം വരും. അന്ന് നമുക്ക് എടുത്ത് പറയാൻ വേണ്ടി സാധിക്കണം. മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിംഗ് എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. എന്താണ് വരുന്നത്? വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന രീതിയിൽ ഒരു കമ്മീഷൻ പറയുകയുണ്ടായി. ഓക്കെ, ആ രീതി കൊടുന്ന് ഓർത്തു വെക്കണം. അന്നത്തെ UN സെക്രട്ടറി ജനറലിന്റെ പേര് വേണേ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ ഞാനിവിടെ കൂടുതൽ ജാവിയർ പെരസ് ഡി കുള്ളർ ആണ്. അന്നത്തെ ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ UN സെക്രട്ടറി ജനറൽ ആയിരുന്ന ജാവിയർ പെരസ് ഡി കുള്ളർ ആണ് നോർവേയുടെ മുൻ പ്രധാനമന്ത്രിയായുള്ള ഗ്രോ ഫാർലം ബ്രന്റിൻ കമ്മീഷന്റെ ചെയർപേഴ്സണായിട്ട് നിയമിച്ചത്. നല്ല രീതിയിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും നല്ല രീതിയിലുള്ള അറിവുകളൊക്കെ കൊണ്ട് തന്നെയാണ് ഗ്രോ ഹാർലം ബ്രണ്ട്ലാൻഡിനെ അന്ന് ചെയർപേഴ്സണായിട്ട് നിയമിച്ചത്. ഞാൻ സ്ലൈഡ് കൂടുതൽ ജസ്റ്റ് ആവശ്യമെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെച്ചാൽ മതി. സോ കമ്മീഷന്റെ ഈ പറയുന്ന കാര്യം ഇവിടെ നോട്ട് ഇവിടെ വരെ ഉണ്ടല്ലോ നമ്മുടെ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. മീറ്റിംഗ് the needs of present without compromising the ability of future generation to meet their own needs. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യണം. ഇതായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കാൻ വേണ്ടി പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അവർ കോമൺ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മുടെ പൊതുഭാവി എന്ന രീതിയിൽ അറിയപ്പെടുന്ന കമ്മീഷൻ കൂടിയാണ്. കമ്മീഷൻ റിപ്പോർട്ടാണ് അവർ കോമൺ ഫ്യൂച്ചർ എന്ന പേരിൽ വന്നത്. ആ ഒരു കമ്മീഷൻ നമ്മൾ അങ്ങനെയും വിളിക്കാറുണ്ട്. റൺലാൻഡ് കമ്മീഷൻ നമ്മൾ എന്താണ് അവർ കോമൺ ഫ്യൂച്ചർ കമ്മീഷൻ എന്നും വിളിക്കാറുണ്ട്. നമ്മുടെ പൊതുഭാവി കമ്മീഷൻ എന്ന രീതിയിലും വിളിക്കാറുണ്ട്. ഓക്കെ, അത് കൂടെ ഓർത്ത് വെക്കണം. ചിലപ്പോൾ നമ്മുടെ PSCകളുടെ ഒരു സ്വഭാവമാണ് സുസ്ഥിര വികസനത്തിന്റെ കാതൽ എന്താണെന്ന രീതിയിലൊക്കെ ചോദ്യം വരാറുണ്ട് അല്ലെ. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രകൃതി വിഭവങ്ങൾ ഒരു തലമുറയ്ക്ക് മാത്രം അനുഭവിക്കാനുള്ളതിൽ വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന രീതിയിലുള്ള മീനിങ് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യം അതുപോലെ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മൾ പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിക്കാത്ത രീതിയിലുള്ള ഡെവലപ്മെന്റ് നല്ലതാണ്. ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ എന്താണ് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ബട്ട് അതെന്താവരുത്, അത് പരിസ്ഥിതിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രീതിയിൽ ആവരുത്. റിപ്പോർട്ട് സ്ട്രെസ്ഡ് ദ നീഡ് ഫോർ എ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു ഡെവലപ്മെന്റ് which considered environmental, social and economic factors. എന്തൊക്കെയാണ്? 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എൻവയോൺമെന്റൽ, സോഷ്യൽ, എക്കണോമിക് ഫാക്ടേഴ്സ്. 3 കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കണം എന്ന രീതിയിൽ റൺലാൻഡ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് അതും ചോദ്യം വരും. ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ വരാം. റൺലാൻഡ് കമ്മീഷന്റെ അഭിപ്രായത്തിൽ സുസ്ഥിര വികസനത്തിന് പ്രധാനമായിട്ട് എത്ര ലക്ഷ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെയെന്ന് ചോദ്യം വരാം. 3 ലക്ഷ്യങ്ങളാണ്. ഒന്ന് സാമൂഹിക ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ ടാർഗറ്റ് എന്ന രീതിയിൽ പറയാം, ഫാക്ടേഴ്സ് എന്ന രീതിയിൽ പറയാം. രണ്ടാമത്തത് സാമ്പത്തിക ലക്ഷ്യങ്ങളാണ്. സാമ്പത്തികം എന്ന് പറയുമ്പോൾ എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. മൂന്നാമത്തത് പാരിസ്ഥിതിക ലക്ഷ്യങ്ങളാണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇതിന് കൂടുതൽ ഡീറ്റെയിൽ ഞാൻ കൊടുത്തിട്ടില്ല, വേണം ഞാൻ ജസ്റ്റ് പറയാം. പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ മലിനീകരണം കുറച്ചിട്ട് പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വിധമുള്ള വികസനം കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഓരോന്നും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പാരിസ്ഥിതിക അല്ലെങ്കിൽ എൻവയോൺമെന്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ആവശ്യമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾ ചോദിക്കുന്നു ഉറപ്പൊന്നും പറയുന്നില്ല, ചിലപ്പോൾ വന്നേക്കാം. അതിൽ ഞാൻ നേതൃത്വ കാര്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളിൽ ചോദ്യം വരും. അതിൽ പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എന്ന രീതിയിൽ പറഞ്ഞത് എന്തൊക്കെയാണ്? മലിനീകരണം കുറച്ചിട്ട് പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള വികസനം കൊണ്ടുവരിക, അതുപോലെ പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ള വിഭവങ്ങളുടെ ആവശ്യാനുസരണമുള്ള ശരിയായിട്ടുള്ള ഉപയോഗം കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. ഇനി പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്താണ്? അതും ശരിയുള്ള രീതിയിൽ കൊണ്ടുവരണം. അതായത് പുനഃസ്ഥാപിക്കാൻ റീന്യൂവബിൾ ആയിട്ടുള്ളതായാലും നോൺ റീന്യൂവബിൾ ആയാലും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റണം എന്ന രീതിയിൽ റൺലാൻഡ് കമ്മീഷന്റെ പാരിസ്ഥിതിക ലക്ഷ്യങ്ങളിലുണ്ട്. ഇനി സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ എന്താണ് പറഞ്ഞത്? സമഗ്രമായുള്ള വളർച്ചയെ കുറിച്ച് പറയുന്നുണ്ട്, കാര്യക്ഷമമായുള്ള ഉപയോഗത്തെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ സ്ഥിരതയുള്ള സാമ്പത്തിക സ്ഥിതിയും എന്താണ് പറയുന്നുണ്ട്. സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ സ്ഥിരതയുള്ള സാമ്പത്തിക സ്ഥിതിയും പറയുന്നുണ്ട്. അതുപോലെ സാമൂഹ്യ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിഭവങ്ങളുടെ തുല്യമായുള്ള പങ്കിടൽ. അതും മറ്റൊരു പ്രശ്നമാണ്, നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല, അതിലേക്ക് നമ്മൾ വരും. അതും മറ്റൊരു പ്രശ്നമാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലൊക്കെ കാണുന്ന ഒരു കാര്യമാണല്ലേ. ഇന്ത്യയിൽ എന്താണ്? ഇന്ത്യയുടെ 90% സമ്പത്ത് വെറും 10% കയ്യിലാണെന്നൊക്കെ പറയുന്നില്ല. അതുപോലെ ലോകത്തെ പല രാജ്യങ്ങളും നടക്കുന്ന കാര്യമാണ്. സോ സാമൂഹ്യ ലക്ഷ്യങ്ങൾ എന്താണ്? വിഭവങ്ങൾ തുല്യമായിട്ട് പങ്കിടണം. ഒരാൾക്ക് കൂടുതൽ മറ്റൊരാൾക്ക് കുറവ് എന്ന രീതിയിലുള്ള വിഭവങ്ങൾ തുല്യമായിട്ട് പങ്കിടണമെന്ന്
റെഡ് ലാൻഡ് കമ്മീഷൻ സാമൂഹ്യ ലക്ഷ്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ആ പങ്കാളിത്ത വികസനം, എല്ലാവരെയും ചേർത്തുകൊണ്ട് എന്താണ് ആ വികസനം ലക്ഷ്യമാക്കണം എന്ന രീതിയിൽ പറഞ്ഞു. പരസ്പരം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം എന്ന രീതിയിൽ പറഞ്ഞു. സാംസ്കാരികമായിട്ടുള്ള അവബോധത്തിൽ ഊന്നിയുള്ള വികസനം എന്ന രീതിയിൽ പറഞ്ഞു. ജസ്റ്റ് ആവശ്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെച്ചാൽ മതി. വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും പറയുന്നില്ല. ഇത് എൻവയോൺമെന്റ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന രീതിയിൽ 3 ലക്ഷ്യങ്ങൾ റെഡ് ലാൻഡ് കമ്മീഷൻ ഉണ്ടായിരുന്നു എന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, റെഡ് ലാൻഡ് റിപ്പോർട്ട് വാസ് വൈഡ്ലി ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് became a defining document of sustainable development effort. പിന്നീട് ഭാവിയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എഫേർട്ടിന് ഡിഫൈനിങ് ഡോക്യുമെന്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന റെഡ് ലാൻഡ് റിപ്പോർട്ടാണ്. ആ ഒരു കാര്യം നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ആ ഒരു രീതിയിലാണ് ചോദ്യങ്ങൾ വരിക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോൾസ് ഫോർ concerted effort towards building an inclusive, sustainable and resilient future for people and planet. അതായത് നമ്മുടെ ജനങ്ങൾ, മനുഷ്യന് മാത്രമല്ല ഭൂമിക്ക് കൂടെ വേണ്ടിയുള്ള രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഡെവലപ്മെന്റ് ദാറ്റ് സാറ്റിസ്ഫൈ ദ നീഡ് ഓഫ് പ്രസന്റ്. അതായത് ഇന്ന് നമ്മുടെ ആവശ്യങ്ങൾ വേണം, ഇന്ന് നമുക്ക് ആവശ്യമുള്ള വികസനങ്ങളും കാര്യങ്ങളും വേണം. അതിന്റെ കൂടെ എന്താണ്, വിത്തൗട്ട് അണ്ടർമൈനിങ് പൊട്ടൻഷ്യൽ ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു ഫുൾഫിൽ ദ റിക്വയർമെന്റ്. ഇന്ന് നമുക്ക് ആവശ്യമുള്ള വായു കിട്ടി, വെള്ളം കിട്ടി എന്ന് കരുതി എല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ട് എല്ലാം നമ്മൾ മിസ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേസ്റ്റ് ആക്കിയിട്ട് ഭാവിയിലുള്ള ആളുകൾ നമ്മളെന്താണ് പറയിപ്പിക്കരുത് അല്ലെ. ആ രീതിയിൽ നമ്മൾ പറയും, ഭാവിയിലുള്ള ആളുകൾ എന്റെ 100 കൊല്ലം മുന്നേ ജീവിച്ചിരുന്ന മുതുമുതിച്ചമാരൊക്കെ ആ രീതിയിൽ കൊണ്ടുപോയി കളഞ്ഞതാണ് ഞാൻ ഇന്ന് വെള്ളം കിട്ടാതെ ജീവിക്കാനുള്ള അവസ്ഥ എന്ന് പറയിപ്പിക്കരുത്. ഓക്കെ, ആ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. Since the several interpretations, sustainable development has emerged. For example, അതിനുശേഷം എന്താണ് ഈ ഒരു ഡെഫിനിഷൻ വന്നതിന് ശേഷം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിൽ ഡെഫിനിഷനും കാര്യങ്ങളും ഇന്റർപ്രിട്ടേഷനും വന്നിട്ടുണ്ടായിരുന്നു. ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, നമ്മൾ എക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ എൻവയോൺമെന്റ് 3 കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. അതിലെന്താണ് നമ്മുടെ സോഷ്യൽ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് while living within carrying capacity of supporting ecosystem. നമുക്ക് ലഭ്യമായുള്ള ഭൂമിക്ക് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ജീവിക്കും. നമ്മുടെ മനുഷ്യന്റെ ഹ്യൂമൻ ലൈഫ് ക്വാളിറ്റി കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ആരോഗ്യങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. അതുപോലെ എക്കണോമിക് ഗ്രോത്ത് നമ്മൾ നോക്കണം. ദാറ്റ് പ്രൊവൈഡ്സ് ഫെയർനെസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ പീപ്പിൾ. എല്ലാവരെയും ഉൾപ്പെടുത്തി അത്തരത്തിലും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറയുന്നുണ്ടെന്നാണ്, ഇന്റർപ്രിട്ടേഷൻ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരാളെ മാത്രം അല്ലെങ്കിൽ കുറച്ചു പേർക്ക് മാത്രമല്ല, എല്ലാവർക്കും, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം കുറയ്ക്കാൻ വേണ്ടി കൂടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നോട്ട് ജസ്റ്റ് ദാറ്റ് privileged few without further destroying the world's finite natural resource and carrying capacity. നമ്മൾ ഒരിക്കലും വേണ്ടത് അതായത് അതിസമ്പന്നരായിട്ടുള്ള ആളുകളിലേക്ക് ആ രീതിയിലേക്ക് എല്ലാവരെയും എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ല, എല്ലാവർക്കും ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ ഭൂമിക്ക് ലഭ്യമായുള്ള, ഭൂമിക്ക് താങ്ങാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് മുന്നോട്ടേക്ക് പോകാനാണ് പറഞ്ഞത്. അല്ലാതെ എല്ലാവരും അംബാനിയാവാൻ വേണ്ടിയിട്ട് ഭൂമി തുറന്ന് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും എടുക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കംപ്രൈസ് ഓഫ് economic and social development that to protect and enhance natural environment and social equity. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ വെള്ളലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ആ ലക്ഷ്യങ്ങളും പറഞ്ഞത്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. 1987 ആ റിപ്പോർട്ട് വന്നതിന് ശേഷം തുടരെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദ ഡയറക്റ്റ് കോൺസിക്വൻസ് ഓഫ് വെള്ളലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട് വാസ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഹെൽഡ് ഇൻ Rio de Janeiro, previously known as Earth Summit 1992. ഈ വെള്ളലാൻഡ് കമ്മീഷന്റെ പ്രധാനമായിട്ട് ആദ്യം കണ്ടുവന്ന് പ്രധാനമായിട്ടുള്ള ഇമ്പാക്ട് എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് 1992 എർത്ത് സമ്മിറ്റ് ആണ്. ഓക്കെ, എർത്ത് സമ്മിറ്റ് 1992 അല്ലെങ്കിൽ മറ്റൊരു പേരിൽ നമ്മൾ എന്ത് വിളിക്കും, UNCED അഥവാ യുണൈറ്റഡ് നാഷൻ കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. നേരത്തെ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടന്നത് കൊണ്ട് ഇത്തരത്തിൽ നമ്മൾ എന്താണ് റിയോ ഡി ജനീറോ നടന്ന ആ ഒരു സമ്മിറ്റ് നമ്മൾ എർത്ത് സമ്മിറ്റ് എന്ന രീതിയിൽ വിളിക്കാറുണ്ട്. ഇറ്റ് റേസ്ഡ് പബ്ലിക് അവയർനെസ് ഓഫ് നീഡ് ടു ഇന്റഗ്രേറ്റ് എൻവയോൺമെന്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമ്മൾ പരിസ്ഥിതിയും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ വികസനം ലക്ഷ്യമാക്കാൻ പബ്ലിക് അവയർനെസ് നൽകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സമ്മിറ്റ് വന്നത്. 1992 ഈ ഒരു സമ്മിറ്റ് നടന്നതെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ചില ആക്ഷൻസ് അവർ എടുത്തിട്ടുണ്ട്. ആ ഒരു ആക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. അതിൽ ആദ്യത്തെയാണ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ
ക്ലൈമറ്റ് ചേഞ്ച്. എന്താണ് ആദ്യത്തെ? ദ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ക്ലൈമറ്റ് ചേഞ്ച് ആണ് അതിൽ ആദ്യത്തേത് വരുന്നത്. ദ ഫ്രെയിംവർക്ക് ഡീൽ വിത്ത് ലിമിറ്റ് ഓൺ ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്. അവിടെ എന്താണ് പറയുന്നത്? ഫോസിൽ ഫ്യൂൽസ് ഒരുപാട് ഉണ്ടെന്ന് കരുതിയിട്ട് അത് നമുക്ക് മാത്രമല്ല വരും ജനറേഷന് കൂടിയാണ്, എല്ലാം നമ്മൾ എടുത്ത് തീർക്കരുത് എന്ന രീതിയിൽ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ പറഞ്ഞു. ഇറ്റ് വാസ് ഇൻസ്പയർഡ് ബൈ ദ സക്സസ് ഓഫ് റീച്ചിങ് ആൻ അഗ്രിമെന്റ് ഓഫ് ദ മോൺട്രിയൽ പ്രോട്ടോകോൾ ടു റെഡ്യൂസ് ഓസോൺ ഡിപ്ലീറ്റിംഗ് CSC. ഇത് ഓസോണിന്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മോൺട്രിയൽ പ്രോട്ടോകോൾ നടത്തി. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഫോസിൽ ഫ്യൂവൽ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് വന്നത്. അതിനുശേഷം കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി വന്നു. ഇറ്റ് അഫേർമഡ് ദാറ്റ് കൺട്രീസ് ഹാവ് sovereign rights over the biological resource in their territory which should be shared internationally on mutually agreed terms. അവിടെ എന്താണ് പറയുന്നത്? കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി പറയുന്നത് ശരിയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് ലഭ്യമാണ്. ഇപ്പൊ മധ്യപ്രദേശ് അല്ലെങ്കിൽ ബീഹാർ അതുപോലുള്ള പ്രദേശങ്ങൾ ഒരുപാട് മൈനിങ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രദേശങ്ങളുണ്ട് അല്ലെ, നിങ്ങൾ തന്നെയാണ് അതിന് പരമാധികാരം നിങ്ങൾക്കാണ്, ഇന്ത്യക്കാണ്. എന്താണ് അത് മറ്റു രാജ്യങ്ങൾക്ക് ആവശ്യമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ആവശ്യമായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി കൂടെ തയ്യാറാവണം. ഇന്ത്യക്ക് ലഭ്യമല്ലാത്ത കാര്യങ്ങൾ, ഇപ്പം ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇക്വാലന്റ് ആയുള്ള ഫോസിൽ ഫ്യൂൽസ് നമ്മുടെ പെട്രോൾ ഡീസൽ നമ്മുടെ ഇന്ത്യയിൽ ലഭിക്കില്ല അല്ലെ. സോ അതിൽ നിന്നാണ് മറ്റു രാജ്യങ്ങൾ, ഗൾഫ് കൺട്രീസ് അല്ലെങ്കിൽ അതുപോലെ രാജ്യങ്ങൾ നമ്മൾ ആശ്രയിക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ട് മുന്നോട്ടേക്ക് പോകണമെന്നാണ് ആ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി പറയുന്നത്. അതുപോലെ റിയോ ഡിക്ലറേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിൻസിപ്പൽ ഇന്റൻഡഡ് ടു ഗൈഡ് കൺട്രീസ് ഇൻ ഫ്യൂച്ചർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് റിയോ ഡിക്ലറേഷനിലൂടെ പറഞ്ഞത്. ഭാവിയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഗൈഡും കാര്യങ്ങളൊക്കെയാണ് അതിൽ തയ്യാറാക്കിയത്. ഇതിൽ 27 പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു. ചോദ്യം വരാം, റിയോ ഡിക്ലറേഷനിൽ എത്ര പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു? 27 പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. They emphasized development and national sovereignty over natural resource and cooperation between states. ഈ രീതിയിലാണ് എല്ലാവരും പരസ്പര സഹകരണത്തോടുകൂടി പോകണമെന്നും റിയോ ഡിക്ലറേഷൻ പറയുന്നുണ്ട്. അതിനുശേഷം അജണ്ട 21 വന്ന് നോൺ ബൈൻഡിങ് ആക്ഷൻ പ്ലാൻ ഓഫ് UN റിഗാർഡിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നോൺ ബൈൻഡിങ് ആക്ഷൻ പ്ലാൻ ആണ് അജണ്ട 21 വരുന്നത്. UN തന്നെ എടുത്ത കാര്യമാണ് ഇത്. എർത്ത് സമ്മിറ്റിൽ വന്ന കാര്യമാണ് 1992. നെക്സ്റ്റ് ആണ് ദ സ്റ്റേറ്റ്മെന്റ് ഓൺ ഫോറസ്റ്റ് പ്രിൻസിപ്പൽ, നോൺ ലീഗലി ബൈൻഡിംഗ് ഡോക്യുമെന്റ് ഓൺ കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് ഫോറസ്റ്റ്. ഫോറസ്റ്റിനെ നമ്മൾ സംരക്ഷിക്കണം അല്ലെ. സോ അതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെന്റ് ഓൺ ഫോറസ്റ്റ് പ്രിൻസിപ്പൽ വന്നു. അതിനുശേഷം ഇതിന്റെ ചുവട് പിടിച്ച് 1992 ഈ ഒരു എർത്ത് സമ്മിറ്റിന്റെ ചുവട് പിടിച്ചിട്ട് എന്താണ് വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 2002 വന്നു. റിയോ പ്ലസ് 10 കൺട്രീസ് ആണ് ഉണ്ടായിരുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ച് നടന്നു. 2012 എന്താണ് 2012 അതുപോലെ മറ്റൊരു സമ്മിറ്റ് നടന്നു. എന്താണ് യുണൈറ്റഡ് നാഷൻ കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. റിയോ പ്ലസ് 20 കൺട്രീസ് വന്നു. അതിന് നമ്മൾ റിയോ എർത്ത് സമ്മിറ്റ് 2012 എന്ന് വിളിക്കാറുണ്ട്. ബ്രസീലിൽ റിയോയിൽ വെച്ചിട്ടായിരുന്നു ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി സസ്റ്റൈനബിൾ നമ്മൾ പറഞ്ഞല്ലോ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും കാര്യങ്ങളും പറഞ്ഞു. ഇനി അൺസസ്റ്റൈനബിൾ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? താഴെ പറഞ്ഞ ഏതൊക്കെയാണ് അൺസസ്റ്റൈനബിൾ ആക്ടിവിറ്റീസ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കണം. എന്തൊക്കെയാണ് നമുക്ക് ഊഹിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും? ഓപ്ഷനിൽ കണ്ടാൽ നമുക്ക് ഊഹിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓവർ യൂസ് നാച്ചുറൽ റിസോഴ്സ് ഇൻ വേസ്റ്റ്ഫുൾ നേച്ചർ. നമുക്ക് ആവശ്യമുള്ള കാര്യം നമ്മൾ എടുക്കണം. എന്തിനാണ് നമ്മൾ ആവശ്യത്തിലധികം വേസ്റ്റ് ആക്കുന്നത്? അത് അൺസസ്റ്റൈനബിൾ വേ ആണ് അല്ലെ. അൺസസ്റ്റൈനബിൾ ആക്ടിവിറ്റി ആണ് ഓവർ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് ഇൻ വേസ്റ്റ്ഫുൾ മാനർ. അതുപോലെ കൺസെപ്ഷൻ ഈസ് ഫാസ്റ്റർ ദാൻ റിന്യൂവൽ. നമുക്ക് റിന്യൂവൽ പുനരുദ്ധരിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് കരുതിയിട്ട് അതെന്താണ് വീണ്ടും വീണ്ടും ലഭ്യമാകുന്നതിന് മുൻപ് ഉപയോഗിച്ച് തീർക്കുന്നത്. സോ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? നമുക്ക് ലഭ്യമായ റിന്യൂവബിൾ അതിൻ്റെതായ സമയമുണ്ട്, അതിന് നമ്മൾ കാത്തിരിക്കണം, അല്ലാതെ അത് നമ്മൾ എടുത്ത് തീർക്കരുത്. സോ അങ്ങനെ ചെയ്താൽ അത് അൺസസ്റ്റൈനബിൾ വേ ആണ്. അതുപോലെ ഓവർ കിൽ ലൈഫ് ഫോംസ് ലീഡിങ് ടു ദ എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ്. നമ്മൾ നായാട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താണ് ഇപ്പൊ തന്നെ പല കാര്യങ്ങളും ഭൂമിയിൽ നിന്ന് അന്യം നിന്ന് പോവുകയാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അൺസസ്റ്റൈനബിൾ വേ ആണ് വരുന്നത്. കോഴ്സ് ക്യുമുലേറ്റീവ് ഡീഗ്രഡേഷൻ ഓൺ എൻവയോൺമെന്റ്. പല രീതിയിൽ എന്താണ് നമ്മൾ എൻവയോൺമെന്റിനെ ഡീഗ്രേഡ് ചെയ്യുന്നൊക്കെ അൺസസ്റ്റൈനബിൾ വേ ആണ്. അതുകൂടെ ആ ഒരു ആക്ടിവിറ്റീസ് കൂടെ ജസ്റ്റ് അവിടെ നിന്ന് ഓർത്തു വെക്കണം. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്ത കാര്യമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വേണം അവിടെ? സോഷ്യൽ ഇക്വിറ്റി, ജസ്റ്റിസ്. ഓക്കെ, നമ്മൾ പറയുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വികസന കാര്യങ്ങൾ അതുമാത്രമല്ല, അവിടെ എന്താണ് മാനുഷിക മൂല്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. സോഷ്യൽ ഇക്വിറ്റി, ജസ്റ്റിസ് പോലുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ എക്കണോമിക് ഡെവലപ്മെന്റ് നോക്കേണ്ടതായിട്ടുണ്ട്, സോവേർജിനിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതായിട്ട്
വരുന്നുണ്ട്. അല്ലാതെ എന്താണ് നമ്മൾ വികസനം എന്ന് പറയുന്ന സമയത്ത് എന്താണ് അവിടെ ജസ്റ്റ് പരിസ്ഥിതിയെ സംരക്ഷിക്കുക അത് മാത്രമല്ല, അവിടെ ഒരുപാട് കൺസെപ്റ്റ് വരുന്നുണ്ട്. പോകെ പോകെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോരോ കൺസെപ്റ്റായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ചർച്ച ചെയ്യുള്ളൂ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കടൽ പോലെ നീണ്ടു നിൽക്കുന്ന ടോപ്പിക്കാണ്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാക്സിമം 2-3 ക്ലാസ്സിലായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നു. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടത് എന്ന രീതിയിൽ തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ അതിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന് കഴിഞ്ഞത്. ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ക്ലാസ് ഏതെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറയുന്ന കാര്യം തുടക്കത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലേ, അതൊരു ഓവർ എക്സ്പ്ലനേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങളുടേതായുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. തുടക്കത്തിൽ പറയണമെന്ന് മാത്രം, നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് അവസാനം പറയണം. തുടക്കത്തിൽ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഏത് രീതിയിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം. ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണം. അതുപോലെ പഠിക്കാൻ സമയമെടുക്കുന്നു അല്ലെങ്കിൽ പഠിക്കാൻ ഒരുപാട് കാണുന്നുണ്ട് എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ എന്ന് പറയാത്ത, പഠിക്കാൻ ഒരുപാടുണ്ട്. ഇതൊന്നുമല്ല, ഇതെന്താണ്, ഇത് ട്രെയിലർ മാത്രമാണ് ഞാൻ പറഞ്ഞതുപോലെ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നാലെ വരാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ എന്താണ് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറുക. പഠിക്കാൻ പറ്റും, പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അത് നമ്മൾ സമയം കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണം, അത്ര മാത്രമേ വരുന്നുള്ളൂ. പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ട്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാം, ഡൗട്ട് ക്ലിയർ ആയിട്ട് മുന്നോട്ടേക്ക് പോകാം. നമുക്ക് എന്നാലും ഇതിനെ കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടുമുട്ടാം. താങ്ക് യു.